ഞാൻ ആദ്യമായി എനിക്ക് ഈ ആൾത്താരയിൽ വന്നു നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ച എൻ്റെ ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുത്തത് 2023 ഒക്ടോബർ 17 എൻ്റെ പേര് ആലീസ് എന്നാണ്. ഞാൻ എറണാകുളം ജില്ലയിൽ പിറവം എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു. ഞാനിവിടെ ഇതിനു മുമ്പ് ഒരു സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ സാക്ഷ്യമാണ് എൻ്റെ ഇത്. ഞാൻ എൻ്റെ നിയോഗമായി വെച്ചിരുന്ന എൻ്റെ വസ്തുവും വീടും ജപ്തി നടപടി നേരിട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. പിന്നീട് രണ്ടാമത്തെ എൻ്റെ നിയോഗം എൻ്റെ മകളും ഞാനും തമ്മിൽ തെറ്റിയുള്ള ജീവിതമായിരുന്നു. മകളും ഞാനുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാതായിട്ട് ഏകദേശം 7 വർഷം കഴിഞ്ഞു. അതിനെ തുടർന്ന് അവളുടെ വിദ്യാഭ്യാസ പഠനത്തിന് വേണ്ടിയാണ് എൻ്റെ വീടും വസ്തുവും ഞാൻ സർവീസ് സഹകരണ ബാങ്കിൽ 2011 പണയം വെച്ച് 4 ലക്ഷം രൂപയോളം 2 പ്രാവശ്യമായിട്ട് എടുത്തിട്ടുണ്ട്. അതിൽ 2015 എൻ്റെ മോള് പഠിത്തം കഴിഞ്ഞിറങ്ങിയെങ്കിലും അവൾ പുറത്തു പോയിട്ട് ലോൺ തിരിച്ചടയ്ക്കാമെന്നുള്ള കരാറിലാണ് ഞങ്ങൾ പണയപ്പെടുത്തിയത്. പക്ഷേ പഠിച്ചെല്ലാം ഇറങ്ങി 17 അവളുടെ പപ്പ മരിച്ചുപോയി. അതിനുശേഷം അവളും ഞാനും മാത്രമാണ്. എനിക്കൊരു മോനുണ്ടായിരുന്നു, ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയി. അപ്പോൾ ഇവളും കൂടെ എന്നെ വിട്ടിട്ട് പോകാൻ കാരണം ഈ പ്രണയവലയത്തിൽപ്പെട്ടപ്പോൾ ഞാൻ അതിനെതിരെ നിന്നു എന്നുള്ളതാണ്. അവൾ എന്നെ അംഗീകരിക്കുകയോ വസ്തുവിൻ്റെ ലോൺ തിരിച്ചടയ്ക്കുകയോ ചെയ്യില്ല എന്ന് എന്നോട് വാശി പിടിച്ച് അവളിപ്പോൾ 4 വർഷം സൗദി അറേബ്യയിൽ BSc നഴ്സായിട്ട് സ്റ്റാഫ് വർക്ക് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ 2 വർഷമായിട്ട് UK പോയി. പക്ഷേ ഈ പയ്യനും കുടുംബക്കാരുമായിട്ട് മാത്രമേ ഇവർക്ക് കണക്ഷനുള്ളൂ. ഞാനോ എൻ്റെ ബന്ധുക്കളായിട്ടോ പെടബന്ധുക്കളായിട്ടോ യാതൊരു ബന്ധവുമില്ല. അങ്ങനെ 7 വർഷം പിന്നിട്ട് കഴിഞ്ഞ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ആദ്യത്തെ ഉടമ്പടിയിൽ എനിക്ക് എൻ്റെ കാശുരൂപം നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് 9/3/2024 ഞാൻ രണ്ടാമതൊരു ഉടമ്പടി പുതുക്കിയെടുത്തു. ഡിസംബർ 19 എനിക്ക് ജപ്തി നോട്ടീസ് ബാങ്കുകാർ കൊണ്ട് എൻ്റെ വീട്ടിൽ പതിക്കുകയും അതേ തുടർന്ന് ഞാനിവിടെ വന്ന് അച്ഛനെ കാണാൻ എനിക്ക് ദൈവാനുഗ്രഹം ഉണ്ടായി. ഇവിടെ വന്ന് ഞാൻ അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. അച്ഛൻ എനിക്കൊരു കാശുരൂപം തന്നു. അത് കൊണ്ടുപോയി ഞാൻ എൻ്റെ വീടിൻ്റെ മുറ്റത്ത് കുഴിച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഉപ്പ്, വെഞ്ചരിച്ച മണ്ണ് ഇതെല്ലാം കൊണ്ടുപോയി ഞാൻ എൻ്റെ വസ്തുവിൽ ചുറ്റും ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി. അതുപോലെ എൻ്റെ എല്ലാ ദിവസവും ഞാൻ അരമണിക്കൂർ ബൈബിൾ വായിക്കുകയും അതുപോലെ ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അതിനെ തുടർന്ന് ഇവർ 30-ാം തീയതിക്കുള്ളിൽ ലോൺ തിരിച്ചടച്ചില്ല എങ്കിൽ 31-ാം തീയതി എൻ്റെ വസ്തു പരസ്യമായിട്ട് ലേലം ചെയ്യുമെന്ന് അവർ ലേല പരസ്യം ചെയ്തു പത്രത്തിൽ. അന്ന് ആ ബാങ്കിൽ 45 പേരുടെ ലിസ്റ്റായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഞാനിവിടെ ഉടമ്പടിയിലിടുന്ന സമയത്ത് അമ്മയോട് ചോദിച്ചു, എല്ലാവർക്കും നിയമസഭയിലും കണ്ടൊരു ബില്ലിറക്കി, അപ്പോൾ എല്ലാവർക്കും ആനുകൂല്യം ഒരുപോലെയല്ലേ, എനിക്കും അതുപോലെയല്ലേ തരുന്നത്, ഞാൻ എന്താണ് വ്യത്യസ്ത എന്ന് അമ്മയോട് ചോദിച്ചപ്പോൾ പിറ്റേ ദിവസം ഞാൻ അറിയാനിടയായി ഈ 45 പേരുടെ പേരിലും 44 പേരും തള്ളിക്കളഞ്ഞ് എൻ്റെ ഒരാക്കട മാത്രം വസ്തു ലേലം ചെയ്തു എന്ന്. അപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അമ്മ തന്നെയാണ് ഇതിൽ ലേലം ചെയ്യാൻ ചെന്നിരുന്നതെന്ന്. പക്ഷേ അതേ തുടർന്ന് ലേലം ചെയ്തതല്ലാതെ എൻ്റെ വസ്തുവിൽ നിന്ന് എന്നെ ഇറക്കി വിടാനോ ബാങ്കുകാർ പിന്നെ വന്ന് ഒരു തരത്തിലും എന്നെ ശല്യം ചെയ്യാനോ അമ്മ ഇടവരുത്തിയിട്ടില്ല എന്നുള്ളതിന് അതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം. അതേ തുടർന്ന് 7 വർഷമായിട്ട് മിണ്ടാതിരുന്ന എൻ്റെ മകള് പിന്നീട് എൻ്റെ സഹോദരങ്ങൾ വിളിക്കാനും സംസാരിക്കാനും ഇടവന്നിട്ടുണ്ട്. എന്നെ ഡയറക്റ്റ് വിളിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനിവിടെ സാക്ഷ്യം പറയാൻ വൈകിപ്പോയത്. അതിനെ ഓർത്ത് ഇപ്പോൾ അച്ഛൻ പല ധ്യാനത്തിലും പറയേണ്ടായി, നിങ്ങൾക്കെല്ലാം കിട്ടട്ടെ എന്ന് ഓർത്ത് നിങ്ങൾ ധ്യാനത്തിൽ സാക്ഷ്യം പറയാൻ വൈകരുതെന്ന്. അങ്ങനെ കേട്ടപ്പോൾ പിന്നെ ആയപ്പോൾ എനിക്ക് തോന്നി എന്നോട് തന്നെയാണോ അച്ഛൻ ഇത് പറയുന്നതെന്ന്. അതോർത്തിട്ട് എന്നാൽ രണ്ടാമത് ഇവിടെ സാക്ഷ്യം എഴുതി കൊടുത്തിട്ട് പോയിട്ടും പിന്നെ എനിക്ക് മനസ്സമാധാനം ഇല്ലാഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് വീണ്ടും പറയാൻ തയ്യാറായത്. ഇതിന് 2 സാക്ഷ്യങ്ങൾ അങ്ങനെ എൻ്റെ ഉടമ്പടി സാക്ഷ്യ നിയോഗങ്ങളാണ്. നാളെ എനിക്ക് എൻ്റെ മോളെയും കൂട്ടി ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ അമ്മ എന്നെ അനുവദിക്കും എന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. എൻ്റെ ആധാരം അമ്മയെ കൊണ്ട് കാണിച്ച് മകളെയും കൊണ്ടേ കാണിച്ച് ഉടമ്പടിയിലാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതെൻ്റെ അമ്മയോട് ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ കാരുണ്യ പ്രവൃത്തിയായിട്ടും അതുപോലെ എൻ്റെ ആത്മീയ ജീവിതമായിട്ടൊക്കെ ഒരുപാട് മാറി. കാരണം ഞാൻ ഏതാണ്ട് ഒരു 17-18 ഞാനിവിടെ വരേണ്ട ആളായിരുന്നു. പക്ഷെ ഞാൻ വന്നപ്പോൾ വൈകിപ്പോയി. 2023 വരെ ഞാൻ നീണ്ടു നിന്നു വരാതെ. പക്ഷെ അമ്മ എന്തായാലും എന്നെ കൊണ്ടുവരും. അതിന് നമ്മൾ ഈ ഉടമ്പടി പത്രവും
അല്ലെങ്കിൽ ഒരാൾക്ക് കൊടുത്താൽ പോലും അത് വെച്ച് നീട്ടിയിട്ട് ആ ആൾ വാങ്ങിച്ചില്ലെങ്കിൽ പോലും തീർച്ചയായിട്ടും ആ ആളെ അമ്മ ഇവിടെ കൊണ്ടുവരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല എനിക്ക്. കാരണം ഞാൻ പത്രം കൊടുക്കുമ്പോൾ എല്ലാവരോടും പറയും എല്ലാ കാര്യങ്ങളും. കാരണം ഞാനിവിടെ വരാൻ വൈകിപ്പോയത് എനിക്ക് കിട്ടിയ അറിവിൻ്റെ കുറവിലാണ് എന്നെനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ പത്രം കൊടുക്കുമ്പോൾ എനിക്ക് കിട്ടാതെ പോയ അറിവ് എല്ലാവർക്കും ഉണ്ടാവാൻ വേണ്ടിയിട്ട് എൻ്റെ അനുഭവങ്ങളും എല്ലാം എനിക്കറിയാവുന്ന വചനങ്ങളും പങ്കുവെച്ചുകൊണ്ട് ഞാൻ അവരോട് പത്രം ചിലപ്പോൾ ഒരു അരമണിക്കൂറൊക്കെ നിന്ന് വേണം ഒരു പത്രം ഞാൻ ഒരാൾക്ക് കൊടുക്കാനായിട്ട്. അങ്ങനെയൊക്കെ ഞാൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുന്ന് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയാൽ വീട്ടിൽ കൊണ്ടുപോയി ഉടമ്പടി തൈലം കുരിശിട്ട് ഉപ്പിട്ട് പ്രാർത്ഥിച്ച് ഈ പത്രം ഞാൻ ഓരോ വ്യക്തികളുടെ അടുത്തും വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് കൊടുക്കാറ്. കാരണം ഇവിടുന്ന് കൊടുക്കുമ്പോൾ പലരിൽ നിന്നും കുറേ അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. അത് ഒന്ന്, പത്രം കൊടുക്കുമ്പോൾ എന്നോടൊരു വ്യക്തി കൃപാസനത്തിൻ്റെ ബാക്ക് വശത്ത് താമസിക്കുന്നതാണ്. 2 സെക്യൂരിറ്റിമാർ ചേട്ടന്മാരാണ്. അവരെന്നോട് ചോദിച്ചു, എന്തിനാണ് കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുമ്പോൾ ഈ പത്രം നിങ്ങൾ കൊടുക്കണമെന്ന് ഇത്ര നിർബന്ധം പിടിക്കണമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ നിങ്ങൾക്ക് കൃപാസനത്തിൻ്റെ ബാക്ക് വശത്തല്ലേ താമസിക്കുന്നത്, നിങ്ങളൊരു ദിവസം ഫ്രണ്ട് വശത്തോടെ കയറി വന്ന അമ്മേനൊന്നും കണ്ട് ചോദിച്ചു നോക്ക് എന്തിനാണ് ഈ പത്രം കൊടുക്കണേന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് ഈ പത്രം കൊടുക്കുന്നതിൽ ഒരു വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. എൻ്റെ ദൈവത്തിൻ്റെ രാജ്യം പ്രസംഗിക്കാൻ നിങ്ങളുടെ അടുത്ത് ഒത്തിരി സമയം നിൽക്കാൻ എനിക്ക് കഴിയില്ല. അപ്പം നിങ്ങളിത് വായിക്കുകയാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കും. അത് എൻ്റെ ഈ ഒരു പത്രം തരലിലൂടെ നടക്കുമല്ലോ എന്നുള്ളത് മാത്രം. ഈ പത്രം കൊടുക്കുന്നത് ദൈവത്തെ നിങ്ങളെ അറിയിക്കാനും അറിയാൻ പാടില്ലാത്തവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്താനും വേണ്ടിയാണ്. ഇതിലെഴുതിയിട്ടുള്ളതെല്ലാം ദൈവവചനങ്ങളാണ്. ഇത് ഞാൻ കഴിഞ്ഞ ആലപ്പുഴ ബസ് സ്റ്റാൻഡിലൂടെ ഞാൻ പത്രം കൊടുത്തിട്ട് തിരിച്ചു പോരുമ്പോൾ ഒരു ഷീറ്റ് പത്രം, കൃപാസന പത്രം ചവിട്ടി തേച്ച് മണ്ണിലിട്ടിരിക്കുന്നത് എനിക്കിത് കണ്ടപ്പോൾ വിഷമം തോന്നി. ഞാനിതെടുത്ത് കയ്യിൽ വെച്ചു. ആ ചേട്ടന്മാരുടെ അടുത്ത് വന്ന് ചേട്ടന്മാർ സംസാരിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിൽ തോന്നി, ഈ പത്രം അവരെ എടുത്ത് കാണിക്കണം. നിങ്ങൾ ഓരോരുത്തരും പത്രം വാങ്ങിച്ചിട്ട് വായിക്കാൻ കഴിയില്ലെങ്കിൽ അത് വാങ്ങിക്കരുത്. അത് വളരെ ഭക്തിയോടെ വായിക്കേണ്ടതും കൈകാര്യം ചെയ്യേണ്ടതുമായ ദൈവവചനമാണ് അതിനകത്തുള്ളത് എന്ന് ഞാൻ അവരോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഈ പത്രം റോഡിൽ കിടന്ന് അരഞ്ഞു കിട്ടിയതാണ്, ഇതെടുത്ത് ഞാൻ എൻ്റെ ബാഗിൽ സൂക്ഷിക്കും. കാരണം ഇതെൻ്റെ ദൈവത്തിൻ്റെ വചനമാണ്. എൻ്റെ ദൈവം വചനമായിട്ട് എൻ്റെ അടുത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് മണ്ണിൽ കിടന്ന് അരഞ്ഞാൽ അതെനിക്ക് കണ്ടാൽ സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനതെടുത്ത് എൻ്റെ ബാഗിലും എൻ്റെ കയ്യിലും സൂക്ഷിക്കും. അതുപോലെ പത്രം കൊടുത്ത പലരും എന്നോട് ചോദിച്ചു, നിങ്ങളിത് വായിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്യണം? ഇത് ഒരുപാടായി എൻ്റെ വീട്ടിൽ. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ എന്തെല്ലാം സാധനം വിലപ്പിടിപ്പുള്ളത് നിങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, അതെല്ലാം നിങ്ങൾ ഒരു ഇന്ന സമയം കഴിയുമ്പോൾ എടുത്ത് പുറത്ത് കളയുമോ? ഇല്ലല്ലോ, അത് വീട്ടിൽ സൂക്ഷിക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെ അതിലും നന്നായി സൂക്ഷിക്കേണ്ട സാധനമായി ഇത് നിന്ന് നിങ്ങൾ സൂക്ഷിച്ചു നോക്ക്, നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകട്ടെ, അപ്പോൾ നാളെ നിങ്ങൾ ഇതെന്ത് ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുമെന്ന് പറഞ്ഞു. അതെല്ലാം അങ്ങനെ. പിന്നെ ആത്മീയ ജീവിതം എന്ന് പറയണത് എൻ്റെ ജീവിതത്തിൽ ഞാൻ കുമ്പസാരിക്കുകയോ ആഴ്ചയിലൊരിക്കൽ പോയെങ്കിൽ പോയി, അത്രയേ ഉള്ളൂ കുർബാനയിൽ. അങ്ങനെയൊക്കെ ചെയ്തിരുന്ന ഞാൻ ഇന്ന് എല്ലാ ദിവസവും വെളുപ്പിനെ 3 മണിക്ക് എണീച്ച് കരുണക്കൊന്ത ചൊല്ലി ജപമാല ചൊല്ലി അരമണിക്കൂർ ബൈബിൾ വായിച്ച് അച്ഛൻ്റെ രാവിലെയുള്ള അനുദിന അനുഗ്രഹ പ്രാർത്ഥന കൂടി, അതുപോലെ എൻ്റെ അതിനുശേഷം കൃപാസന ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി 6:30 ആകുമ്പോഴേക്കും ഞാൻ എൻ്റെ പള്ളിയിൽ കുർബാനയ്ക്ക് പോയിരിക്കും. കൃത്യമായിട്ട് എല്ലാ ദിവസവും ഇതിങ്ങനെ തന്നെ ഞാൻ ആവർത്തിച്ചു പോരുന്നു. കാരണം എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഏറ്റവും വലിയ സ്വർഗീയ സന്തോഷമാണ് ഞാൻ അനുഭവിക്കുന്നത് ഈ ഉടമ്പടിയിലായ ശേഷം. കാരണം എൻ്റെ ദൈവത്തെ അറിയാനും എൻ്റെ ദൈവമത്തോടും അമ്മ മാതാവിനോടൊപ്പമുള്ള ഈ സഞ്ചാരം എൻ്റെ നിത്യത വരെ തുടരാൻ എന്നെ അനുഗ്രഹിക്കണമെന്ന് ഞാൻ എൻ്റെ അമ്മയോടും ഈശോടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതുപോലെ എൻ്റെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പലയിടത്തും രോഗങ്ങൾ, എനിക്ക് തന്നെ രോഗസൗഖ്യം വന്നിട്ടുണ്ട്. എൻ്റെ കാലിൽ 2 വർഷമായിട്ടുണ്ടായിരുന്ന ചൊറിഞ്ഞു പൊട്ടിത്തടിച്ച് ഉണ്ടാകുന്ന അലർജി അത് ഈ ഉടമ്പടി തൈലവും ഉപ്പും തേനും മാത്രം ഉപയോഗിച്ച് അത് മാറി. അതുപോലെ തന്നെ രോഗസൗഖ്യങ്ങളായിട്ട് പത്രപ്രവർത്തനത്തിന് പോകുമ്പോഴൊക്കെ ഞാൻ രോഗി സന്ദർശനത്തിനൊക്കെ പോകുമ്പോൾ എല്ലാവർക്കും ഈ ഉടമ്പടി തൈലം ഉപയോഗിച്ച് സ്ലീബ ഇട്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി കാശ് രൂപമൊക്കെ വെച്ച് ചെയ്യാറുണ്ട്. അങ്ങനെ പലയിടത്തും എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഓൾറെഡി ഞാൻ എറണാകുളം ജനറൽ ആശുപത്രിയിൽ ക്യാൻസർ പേഷ്യൻസിൻ്റെ വാർഡിൽ പോകാനായിട്ട് ചെന്നപ്പോൾ അന്ന് എനിക്ക് അവരെ എന്തോ പ്രശ്നം കൊണ്ട് കയറിപ്പാൻ സാധിച്ചില്ല. ശേഷം ഞാൻ പുറത്ത് ഇത് പത്രം, അതുപോലെ കാശ് രൂപം, ഇവിടുന്ന് കിട്ടുന്ന പ്രാർത്ഥനാ പുസ്തകം, അതുപോലെ ജപമാല, ബൈബിള്, ഇതെല്ലാം വാങ്ങിച്ച് ഉപ്പ്, ഇതെല്ലാം വാങ്ങിച്ച് ഞാൻ പോകുമ്പോൾ പത്രം കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതെല്ലാം ഞാൻ കൊടുക്കാറുണ്ട്. അതുപോലെ
ഒത്തിരി വിഷമിച്ചിരിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ അതുപോലെ ഒരു ദിവസം ഇതുപോലെ എറണാകുളം ജില്ലാ ആസ്പത്രി വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവർ ഔട്ട് പേഷ്യൻ്റ് വിഭാഗമായിരുന്നു. വന്ന് ഡോക്ടറെ കാണാൻ വന്ന ഒരു പയ്യൻ ഒരു 10-20 വയസ്സുണ്ടാവും. പക്ഷേ അതിന് ഭയങ്കരമായിട്ട് മേലുവേദനയാണെന്നാണ് പറഞ്ഞത്. എന്താണ് രോഗമെന്ന് അവർക്ക് അറിയില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാനിത് എൻ്റെ കയ്യിൽ ഒരു പത്രം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പം ഞാനിത് കൊടുത്തിട്ട് പറഞ്ഞു. അപ്പം എൻ്റെ കൂട്ടത്തിൽ 2-3 പേര് ഒന്നിച്ചാണ് ഞങ്ങൾ അവിടെ എല്ലായിടത്തും പോകുന്നത്. അപ്പം അവരുടെ കയ്യിലിരുന്ന കാശ് രൂപമൊക്കെ വാങ്ങിച്ച് ഞാൻ ഇവർക്ക് കൊടുത്തിട്ട് ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഇവിടെ വരാൻ കഴിയുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞു നിങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ വരണം എന്ന് പറഞ്ഞ് അവരുടെ അടുത്ത് ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലൊന്നുമില്ല തരാൻ, ഞാൻ ഈ തൈലം ഉപയോഗിച്ച് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ആ പബ്ലിക്കായിട്ട് ആ സ്ഥലത്ത് നിന്ന് ഈ കൊച്ചിൻ്റെ നെറ്റത്ത് ഞാനിത് സ്ലീബ വരച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ശരിക്കും അമ്മ മാതാവിൻ്റെ ആ സുഗന്ധാഭിഷേകം എനിക്ക് വരികയും അപ്പം തന്നെ എനിക്ക് മനസ്സിലായി അമ്മ ഈ പ്രശ്നത്തിൽ ഏറ്റെടുത്തിട്ടുണ്ടെന്ന്. ഞാൻ ആ പയ്യനോട് അപ്പം തന്നെ പറഞ്ഞു നിങ്ങളുടെ രോഗം വീട്ടിലെത്തുന്നതിന് മുൻപേ മാറിക്കൊള്ളൂ എന്ന്. കുറച്ച് സമയം കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോരാനതിന് മുന്നേ തന്നെ ഇവർ പുറത്ത് കോമ്പൗണ്ടിന് പുറത്ത് പോയി ഇവർ തിരിച്ച് ഓടി എൻ്റെ അടുത്ത് വന്നിട്ട് കുറച്ച് കാശ് എടുത്താൽ എൻ്റെ അമ്മ എൻ്റെ കയ്യിൽ വെച്ച് തരുമോ. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് എനിക്ക് കാശ് തരണേ, ഞാൻ കാശിന് നിങ്ങൾക്കൊന്നും തന്നില്ലല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ അവരെന്നോട് പറഞ്ഞു ആൻറ്റി പ്രാർത്ഥിച്ച എൻ്റെ മോൻ ഇപ്പോൾ പറഞ്ഞു എൻ്റെ മോൻ്റെ രോഗം മേലുവേദനയെല്ലാം കംപ്ലീറ്റ് മാറിയെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതിനകത്ത് എനിക്ക് യാതൊരു റോളുമില്ല, അത് ദൈവത്തിനും അമ്മയ്ക്കും നിങ്ങൾ വിട്ടുകൊടുക്കണം. കാരണം നിങ്ങൾ പോകുന്ന വഴി ഏതെങ്കിലും പള്ളിയിൽ ഈ പൈസ ഇട്ടിട്ട് പ്രാർത്ഥിച്ചാൽ മതി. അമ്മയുടെ അടുത്ത് പോയി നിങ്ങൾ ഉടമ്പടി എടുത്ത് കഴിയുമെങ്കിൽ എങ്ങനെയെങ്കിലും പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പോന്നു. എന്താ പറയുക, ഭൗതിക നേട്ടങ്ങളെക്കാളേറെ എൻ്റെ ആത്മീയ വളർച്ചയായിരുന്നു എനിക്കിതിനകത്ത് ഉണ്ടായത് ഉടമ്പടി വഴി. എന്നുവെച്ചാൽ കുമ്പസാരിക്കാൻ ഞാൻ ആണ്ടിൽ 2 പ്രാവശ്യമൊക്കെ കഷ്ടിയാണ് കുമ്പസാരിച്ചിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ 2 ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കാൻ തുടങ്ങി. ഡെയിലി പ്രാർത്ഥനയിൽ കുർബാനയിൽ പങ്കെടുക്കാൻ തുടങ്ങി. ഒരു ദിവസം കുർബാനയിൽ പങ്കെടുത്തില്ലെങ്കിൽ എനിക്ക് എന്താണെന്ന് പറയാനറിയില്ല, ഒരു വിഷമമാണ്. കാരണം പിറ്റേ ദിവസം ആ കുർബാനയിൽ ചെല്ലുന്നിടം വരെ എനിക്ക് ആ വിഷമമായിരുന്നു. പിന്നെ എനിക്ക് 6-7 വർഷമായിട്ട് എനിക്ക് ഉറക്കമില്ലാത്ത അവസ്ഥയായിരുന്നു. പക്ഷേ ഞാൻ എന്ന് ഉടമ്പടി എടുത്തോ ഈ വിശുദ്ധ തൈലം എൻ്റെ നെറ്റത്ത് ഞാൻ സ്ലീബ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ അന്ന് മുതൽ എനിക്ക് ഉറക്കത്തിന് യാതൊരു തടസ്സങ്ങളുമില്ല. അതുപോലെ തന്നെ ടി വിയിൽ ഏത് സമയവും ഏതാണ്ട് 6:30 മുതൽ 11 മണി വരെയൊക്കെ ഇരുന്ന് ഞാൻ സീരിയൽ കാണുന്ന ഒരു വ്യക്തിയായിരുന്നു. ഉടമ്പടി എന്നെടുത്തോ അന്ന് മുതൽ എൻ്റെ സീരിയൽ കാഴ്ച നിന്നു. കാരണം എൻ്റെ ദൈവത്തോട് ആ സ്നേഹത്തിൽ ദൈവസ്നേഹം മനസ്സിലായി കഴിഞ്ഞപ്പോൾ മറ്റെല്ലാത്തിനേക്കാളും ഉപരി എൻ്റെ ദൈവസ്നേഹമാണ് വലുതെന്ന് മനസ്സിലായി. കാരണം വചനം പറയുന്നില്ലേ, നിധി കണ്ടെത്തിയവനെല്ലാം വിറ്റ് ആ നിധി കണ്ടെത്തിയ പറമ്പ് വിലയ്ക്ക് വാങ്ങുന്നു എന്ന് പറഞ്ഞ പോലെ എൻ്റെ സാമ്പത്തികമായിട്ട് എനിക്ക് ഒന്നുമില്ലെങ്കിൽ പോലും ഉള്ളതെല്ലാം ഞാൻ കൊടുത്ത് എൻ്റെ ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ തയ്യാറായപ്പോൾ എൻ്റെ ഈശോ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ചെയ്തു തന്നുകൊണ്ട് ഇന്ന് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഏറ്റവും വിലപ്പെട്ട ഒന്ന് എൻ്റെ കിടപ്പിടം അതെനിക്ക് തിരിച്ചു തരാൻ എല്ലാ ബുദ്ധിമുട്ടുകൾ വന്നിട്ടും അമ്മ എന്നെ സഹായിച്ചുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും ബാങ്കുകാർക്ക് എന്നെ അതിൽ നിന്ന് ഇറക്കി വിടാൻ കഴിയാത്ത വിധമാണ് അത് ലോക്ക് വീണിരിക്കുന്നത്. കാരണം എൻ്റെ വീട് വസ്തുവിൽപ്പെടാതെയാണ് ഞാൻ അന്ന് ലോൺ വെച്ചത്. പക്ഷേ അതിന് ശേഷം വീട് പണിതതാണ്. അതുകൊണ്ട് അവർക്ക് ആ വീട് അതിനകത്ത് പെടുത്താൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് വീട് അടച്ചുപൂട്ടാനായിട്ട് അവർക്ക് കഴിയില്ല. എൻ്റെ വീട് ഒക്ടോബർ 31 ലേലം ചെയ്ത് പരസ്യ ലേലം ചെയ്ത് ലേലം ഉറപ്പിച്ചതാണ്. പക്ഷേ ഇന്ന് ഈ സമയം വരെ അതിനകത്ത് നിന്ന് ഇറക്കി വിടാൻ ആരും എൻ്റെ വീട്ടിൽ വന്നിട്ടില്ല, വരികയുമില്ല. കാരണം അമ്മ അതൊരിക്കലും അതിനകത്തോട്ട് കാല് ചവിട്ടാൻ അവരെ സമ്മതിക്കില്ല എന്ന് എനിക്ക് നല്ല ഉറച്ച വിശ്വാസമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ വീടിൻ്റെ ഇതിനകത്ത് താഴിട്ട് പൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. എൻ്റെ വീടിൻ്റെ വസ്തു ലേലമൊക്കെ കഴിഞ്ഞ ശേഷം നമ്മുടെ എറണാകുളത്ത് ന്യൂസിലെല്ലാവരും കേട്ടിട്ടുണ്ടാവും, സന്ധ്യ എന്ന് പറയുന്ന ഒരു പെങ്കൊച്ചിൻ്റെ വീട് അടച്ചു പൂട്ടിക്കൊണ്ടുപോയി MA യൂസഫ് സാർ ഇടപെട്ട് അതിനകത്ത് അതിന് മേടിച്ചു കൊടുത്തു എന്ന്. പക്ഷേ അതുപോലെ തന്നെ ആലുവായിലൊരു ഭിന്നശേഷിക്കാരൻ്റെ വീട്ടിൽ അടച്ചു പൂട്ടിക്കൊണ്ടുപോയി എന്ന് നമ്മളെല്ലാവരും ന്യൂസിൽ കേട്ടതാണ്. പക്ഷേ എങ്കിൽ എൻ്റെ വീട് ഇന്നീ നേരം വരെ അടച്ചു പൂട്ടാൻ ഇടവരുത്തിയിട്ടില്ല എൻ്റെ അമ്മ മാതാവ്. കാരണം അമ്മ അതിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുന്നത് ഞാൻ എപ്പോഴും കാണാറുണ്ട്. കാരണം ഞാൻ ഇവിടെയാണ് താമസിക്കുന്നതെങ്കിൽ പോലും അവിടെ എൻ്റെ മുറ്റത്ത് ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്നത് എൻ്റെ അമ്മയാണ് അതിൻ്റെ മുമ്പിൽ നിൽക്കുന്നതായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അത് നടക്കില്ല എന്ന് ഞാൻ തീർത്ത് വിശ്വസിക്കുന്നു. ഇനി അടുത്ത ഉടമ്പടി വെക്കുന്നതിന് മുൻപ് തന്നെ എൻ്റെ മോളെയും ആധാരവുമായിട്ട് എനിക്കിവിടെ വരാൻ സാധിക്കും എന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അമ്മയ്ക്ക് തിരിച്ചു കൊടുക്കുന്നു എല്ലാം. ഇത്രയും പറഞ്ഞ് ഇത്രയും അനുഗ്രഹിച്ച എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. കാരുണ്യ പ്രവൃത്തിയിൽ ചെയ്യുമ്പോൾ ഞാൻ വീട്ടിൽ തന്നെത്താനെ പൊതിച്ചോറുണ്ടാക്കി എല്ലാവർക്കും ഉപ്പിട്ട് തൈലം ഒക്കെ ഒഴിച്ച് പ്രാർത്ഥിച്ച്
ഹോസ്പിറ്റലുകളിലും അതുപോലെ വഴിവരാന്തകളിലൊക്കെ കൊണ്ട് കൊടുക്കും. അതുപോലെ തന്നെ വൃദ്ധസദനത്തിൽ, ഇവിടെ ആലപ്പുഴയുടെ മുനിസിപ്പാലിറ്റിയുടെ ഒരു വൃദ്ധസദനത്തിൽ 35 പേരുണ്ട്. അവർക്ക് ഞാൻ തന്നെത്താനെ ഫുഡുണ്ടാക്കി, നല്ല വിശിഷ്ടമായ ഫുഡുകൾ തന്നെ ഉണ്ടാക്കി ഞാൻ അവർക്ക് ഒരു ദിവസം വിളമ്പി കൊടുത്തു. അവിടെ 10-13 അമ്മച്ചിമാരുണ്ട്. അവർക്കുള്ള ഡ്രസ്സെല്ലാം വാങ്ങിച്ചു കൊണ്ടുപോയി കൊടുത്തു. അതുപോലെ ഞാനിവിടുന്ന് മൂവാറ്റുപുഴയ്ക്ക് പോവും, അവിടെ കൊണ്ടുപോയി അവർക്ക് അവിടുത്തെ ജനറൽ ആസ്പത്രിയിൽ പോവും, രോഗികളെ കാണും, എന്നെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ സാമ്പത്തികമായ സഹായം കൊടുക്കും. പ്രാർത്ഥന, ഉപ്പ്, ഉടമ്പടി, കാശുരൂപ ഇതെല്ലാം കൊടുക്കും. പൊതിച്ചോറ് കൊണ്ടുപോയി കൊടുക്കും. അതുപോലെ വേറൊരു വൃദ്ധസദനത്തിൽ പോയി അവർക്ക് വേണ്ടതായ ഡ്രസ്സ്, അവർക്ക് ആവശ്യമായ ക്രിസ്മസിന് കേക്ക് എന്ന് വേണ്ട ഇതെല്ലാം വാങ്ങിച്ചു കൊണ്ടുപോയി ഞാൻ അവരുടെ അടുത്ത് അവരോടുകൂടെയായിരുന്നു എൻ്റെ ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ആഘോഷം. ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ സാക്ഷി അവസാനിപ്പിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, ആ ദിവസങ്ങൾക്ക് ശേഷം ഇസ്രായേൽ ഭവനവുമായി ഞാൻ ചെയ്യുന്ന ഉടമ്പടി ഇതാണ്. എൻ്റെ നിയമങ്ങൾ അവരുടെ മനസ്സിൽ ഞാൻ സ്ഥാപിക്കും, അവരുടെ ഹൃദയത്തിൽ ഞാൻ അവ ആലേഖനം ചെയ്യും. ഞാൻ അവർക്ക് ദൈവമായിരിക്കും, അവർ എനിക്ക് ജനവും. ആലീസ് ഷാജുവിൻ്റെ സാക്ഷ്യം എത്രമാത്രം ഒരു സുവിശേഷ പ്രസംഗമായി ഇന്നിവിടെ തീർന്നു എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും വ്യക്തമാണ്. അനുഭവ പ്രസംഗം എന്നാണ് സാക്ഷ്യത്തെ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ വിശേഷിപ്പിക്കുന്നത്. ഇതൊരു പ്രസംഗം തന്നെയാണ്. ഓരോ വ്യക്തികളും തങ്ങളുടെ ജീവിതത്തിൽ ദൈവിക ഇടപെടലുകൾ അതും ജനസമക്ഷം ഏറ്റുപറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുക. ആദ്യമായിട്ടായിരിക്കാം പലരും ഒരു മൈക്കൊക്കെ പിടിച്ച് ഒരു സദസ്സിന് മുമ്പിലൊക്കെ നിൽക്കുക. അതിനുമൊക്കെ ഉടമ്പടിയിലൂടെ നമുക്ക് അതിനുമൊക്കെ അവസരങ്ങൾ കിട്ടുകയാണ്. അമ്മ ഒന്നും നിഷേധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. വിദ്യാഭ്യാസമുള്ളവരും വിദ്യാഭ്യാസമില്ലാത്തവരും ഒന്നുപോലെ മൈക്ക് പിടിച്ച് കയറുന്ന ഒരു സ്റ്റേജാണിത്. ഇവിടെ ആർക്കും പ്രിഫറൻസ് ഇല്ല, എല്ലാവർക്കും, അതായത് അക്ഷരജ്ഞാനമൊന്നും വേണ്ട ഈ സദസ്സിൽ കയറി നിൽക്കാൻ. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇത് അമ്മയുടെയും ഈശോയുടെയും സദസ്സാണ്. ഇവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ട ഇടമാണ്. ഇവിടെ കയറി നിൽക്കണമെങ്കിൽ ഒന്നേ വേണ്ടൂ, ദൈവസ്നേഹം. ദൈവസ്നേഹത്തോടെയുള്ള നമ്മുടെ ഉടമ്പടി ജീവിതം, അതുമാത്രമേ ദൈവം ആഗ്രഹിക്കുന്നുള്ളൂ. അങ്ങനെ ആലീസ് ഷാജു ഇന്നിവിടെ പങ്കുവയ്ക്കുമ്പോൾ സാധാരണ നമ്മൾ ജാമ്യം ഒന്നും വന്നില്ല, അതിൽ നിന്ന് രക്ഷപ്പെട്ടു, എൻ്റെ ആധാരം എനിക്ക് എടുക്കാൻ പറ്റി, ഇതൊക്കെയാണ് സാധാരണ സാക്ഷ്യത്തിൽ പറയുക. എന്നാൽ ഇതെങ്ങനെയാണ് വ്യത്യസ്തമായത്? ഇവിടെ ഈ മകൾ സാക്ഷ്യം പറയാൻ വന്നപ്പോൾ സിസ്റ്റർ ശ്രദ്ധിച്ചത് അതാണ്. അതായത് ഈ മകൾക്ക് ഇന്ന് വരെയും അവിടെ നിന്ന് ഇറക്കി വിട്ടില്ല. അതായത് അതിൻ്റെ വേണ്ട രീതിയിൽ നിയമം അതിൻ്റെ വഴിക്കൊക്കെ പോയി. പക്ഷേ അമ്മ എൻ്റെ വീടിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ വന്ന് കണ്ട് അച്ഛൻ്റെ ബ്ലെസ്സിങ് സ്വീകരിച്ച് അവിടെ കാശുരൂപമൊക്കെ താൻ ഇട്ടു, ഉടമ്പടി നേർച്ച വസ്തുക്കളിട്ട് പ്രാർത്ഥിച്ചു. അവിടെ അമ്മയാണ് നിൽക്കുന്നത് എൻ്റെ വീടിൻ്റെ മുമ്പിൽ. അവിടെ ആര് വന്നാലും അമ്മ സീല് ചെയ്ത വീടാണത്. അവിടെ ആർക്കും പ്രവേശനമുണ്ടാകില്ല, ആരും തന്നെ അവിടെ നിന്ന് ഇറക്കി വിടില്ല. ഇന്ന് എത്രയോ നാളുകളായി തൻ്റെ വീടിന് വേണ്ടിയിട്ടുള്ള ആ നടപടിക്രമങ്ങളൊക്കെ നിയമപരമായി നടന്നെങ്കിലും തനിക്കിപ്പോഴും വീട്ടിൽ പോകാം, സ്വാതന്ത്ര്യത്തോടെ തനിക്ക് ജീവിക്കാം, തന്നെ ആരും ഇറക്കി വിടില്ല എന്ന് ഉറപ്പോടെ പറയുമ്പോൾ ഇത് തലയുടെ മുകളിലുള്ള പ്രാർത്ഥനയല്ല, ചുണ്ടിൻ്റെ പുറത്തുള്ള പ്രാർത്ഥനയല്ല, ഇത് ചങ്കിൻ്റെ പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് ജോസഫ് അച്ഛൻ പറയുക, ഇത് നാം തലയിലല്ല ഉടമ്പടി പ്രാർത്ഥന കൊണ്ടു നടക്കേണ്ടത്, ചുണ്ടിലല്ല കൊണ്ടു നടക്കേണ്ടത്, ഹൃദയത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തികളാവുക. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഇന്ന് താൻ ജീവിക്കുന്ന ഒരു അനുഭവ സാക്ഷ്യമായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ മാറുകയാണ്. ഹെബ്രായർക്കുള്ള ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ തിരുവചനം വീണ്ടും അരുളി ചെയ്യുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അവൻ്റെ മുൻപിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല, അവിടുത്തെ കൺമുൻപിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ്. നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നിധിയിലാണ്. ദൈവവചനമടങ്ങിയ കൃപാസന പത്രം അത് നിലത്തിട്ട് ചവിട്ടിയപ്പോൾ എനിക്ക് വേദനിച്ചു. നമുക്ക് എത്ര പേർക്ക് അങ്ങനെ വേദനിക്കുന്നുണ്ട്? ആ വേദന ദൈവത്തിൻ്റെ പുത്രനെക്കുറിച്ചുള്ള വേദനയാണ്. പരിശുദ്ധ അമ്മയുടെ
തിരുനടയിൽ ഞാനെടുത്ത ഉടമ്പടിയെക്കുറിച്ച് എന്നെ ഓർമ്മപ്പെടുത്തുന്ന വേദനയാണ്. ഈ വേദന നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും നമ്മെക്കുറിച്ച് വേദനിക്കുന്ന ഒരു ദൈവത്തെ നമുക്കും കാണാൻ കഴിയും. ആ ദൈവം സ്വർഗത്തിലിരുന്ന് എല്ലാം കാണുകയല്ല, നമ്മുടെ വീട്ടിൽ നമ്മോട് കൂടെ ഇറങ്ങി വരുന്ന, ഇന്ന് നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന ദൈവമാണെന്നാണ് ഈ മകൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തിയത്. അങ്ങനെ അതിനു വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിച്ച് ആ ദൈവവചനം മറ്റുള്ളവരോട് ബോധ്യത്തോടെ പറഞ്ഞു കൊടുക്കാനൊക്കെ ഒരു വ്യക്തിക്ക് കഴിയണമെങ്കിൽ അത് പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകൾ തന്നെയാണ്. അതുകൊണ്ടാണ് മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 15 തിരുവചനം അരുളി ചെയ്യുന്നു, ഈശോ അരുളി ചെയ്യുന്നുണ്ട്, സ്ത്രീയെ നിൻ്റെ വിശ്വാസം വലുതാണ്, നീ പറഞ്ഞതുപോലെ നിനക്ക് ഭവിക്കട്ടെ. കാനാൻകാരി സ്ത്രീയോട് പറയുകയാണ്. അപ്പോൾ ഇന്ന് തൻ്റെ മകള് തന്നോട് മിണ്ടാതായിട്ട് എത്ര വർഷങ്ങൾ, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ സൂചിപ്പിക്കാറുണ്ട്, ഉടമ്പടി ആരാധനയിൽ മക്കൾക്ക് വേണ്ടിയിട്ട് നാം എന്തൊക്കെ ചെയ്യണം, അവരെ പഠിപ്പിക്കുമ്പോൾ അതൊക്കെ ഈ മക്കൾ പിന്നീട് എങ്ങനെയാണ് അതൊക്കെ എടുക്കുക. അതുമൂലമാണ് തൻ്റെ വീട് ജപ്തിയിലായത്, അതായത് തൻ്റെ സ്ഥലം ജപ്തിയിലായത് എന്ന് ഈ മകൾ പങ്കുവെക്കുമ്പോൾ നാം ഒക്കെ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. എങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളിൽ നാം മക്കൾക്ക് വേണ്ടിയിട്ടാണോ ജീവിക്കേണ്ടത്, അതോ ദൈവത്തിന് വേണ്ടിയിട്ടാണോ എന്ന്. ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഈ മകൾ അത് സിസ്റ്ററിനോട് പറഞ്ഞ ഒരു കാര്യമാണ്. ഞാൻ എൻ്റെ മകളെയാണ് ആശ്രയിച്ചത്, ഞാൻ ദൈവത്തെ ആശ്രയിച്ചില്ല. അത് ഇന്ന് ആലീസിന് ബോധ്യമായി. അങ്ങനെ ഈ മകൾ ഇന്നിവിടെ വന്ന് നിൽക്കുകയാണ്. പക്ഷേ തൻ്റെ മകള് ബന്ധുക്കളെ വിളിക്കാൻ തുടങ്ങി. ആ മകളുമായിട്ടും ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന് ഈ അമ്മ പറയുമ്പോൾ തീർച്ചയായും സ്വർഗത്തിൻ്റെ അമ്മ അതൊരിക്കലും നിഷേധിക്കില്ല. അങ്ങനെ ഇന്ന് തൻ്റെ കുടുംബത്തിലേക്ക് തനിക്ക് കിട്ടിയ കൃപകൾ, അത് കിട്ടിയതൊക്കെ കൃപയായിട്ട് ഈ മകൾ എണ്ണുകയാണ്. ഇനിയും കിട്ടാത്തതിനെക്കുറിച്ച് പരിതപിച്ചിരുന്ന് അതും കൂടെ കിട്ടട്ടെ, എന്നിട്ട് വന്നേ ഞാൻ സാക്ഷ്യം പറയുകയുള്ളൂ. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാം നാം എവിടെ നിൽക്കുന്നു എന്ന്. അങ്ങനെ ഉടമ്പടി പ്രാർത്ഥനയിലും ഉടമ്പടി ആരാധനയിലും ഉടമ്പടി ജീവിതത്തിലും തൻ്റെ സന്തോഷം കണ്ട് സീരിയലുകൾക്ക് അടിമപ്പെട്ടിരുന്ന താൻ ഇന്ന് എത്രമാത്രം സന്തോഷവതിയാണ് ഉടമ്പടി ആരാധനയിൽ. അതുപോലെ തൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, വിശുദ്ധ കുംഭസാരം, കൂദാശ ജീവിതം, ഇതൊക്കെ തന്നെ എങ്ങനെ മാറ്റി. ഇതാണ് നിത്യത തേടിയുള്ള ജീവിതം. അല്ലാതെ നമ്മുടെ ജപ്തി മാറുന്നതോ നമുക്ക് ആധാരം തിരിച്ചു കിട്ടുന്നതോ നമുക്ക് ലോൺ കിട്ടുന്നതോ ഇതൊന്നുമല്ല. ഇന്ന് ഈ മകളത് മനസ്സിലാക്കിയിരിക്കുകയാണ്. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം, മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ. എൻ്റെ പേര് രാഖി. ഞാൻ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ആദ്യമേ പരിശുദ്ധ അമ്മയ്ക്കും പരിശുദ്ധ അമ്മ വഴി തിരുക്കുമാരനിൽ നിന്ന് ലഭിച്ച ദൈവകൃപകൾക്കും 1000 നന്ദി അറിയിക്കുന്നു. എനിക്ക് ആദ്യമായി പറയാനുള്ളത് എൻ്റെ മകൾക്ക് ലഭിച്ച രോഗസൗഖ്യത്തെക്കുറിച്ചാണ്. എൻ്റെ മകളുടെ പേര് ലിറ മറിയം. അവൾക്ക് 2.5 വയസ്സ് പ്രായമുണ്ടായിരുന്നപ്പോൾ ചെറിയൊരു പനി വന്നു. ഞങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്ത് ഡോക്ടർമാർ പറഞ്ഞു അത് ചെറിയൊരു യൂറിനറി ഇൻഫെക്ഷനാണ്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ അഡ്മിറ്റ് ചെയ്തു, ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. പക്ഷേ ഈ പനി കുറയുന്നില്ല. പനി വന്നാൽ മോക്കാണെങ്കിൽ നിവർന്ന് നിൽക്കാൻ കഴിയത്തില്ല. അവൾ പിന്നെ എൻ്റെ തോളിലാണ്. അങ്ങനെ ഞങ്ങൾ അപ്പം പനി കുറയാതെ വന്നപ്പോൾ ഞങ്ങൾക്ക് ആകെ പേടിയായപ്പോൾ അവളുടെ വയറ് നോക്കിയപ്പോൾ ചെറിയൊരു വീർപ്പുണ്ടായിരുന്നു. അപ്പം ഇത് ഡോക്ടറിനോട് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്കെങ്കിൽ സ്കാൻ ചെയ്ത് നോക്കാം. അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞത് വയറിനകത്തൊരു സിസ്റ്റ് ഉണ്ട്, പക്ഷേ ഇതിൻ്റെ ഒറിജിൻ എവിടെയാണോ, ഇതിൻ്റെ എൻഡിങ് പോർഷൻ എവിടെയാണോ ഒന്നും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ MRI ഫെസിലിറ്റീസ് ഉള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ട്രിവാൻഡ്രത്തിലെ കിംസ് ഹോസ്പിറ്റലിൽ പോയി. അവിടുത്തെ ഡോക്ടർ പരിശോധിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് എന്തായാലും MRI ചെയ്ത് നോക്കിയാലേ നമുക്കതെന്താണെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റുകയുള്ളൂ. അങ്ങനെ അവർ MRI ചെയ്തപ്പോൾ അതിനകത്ത് ഒരു സിസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ വലുപ്പം 8.5 ഉണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, ആ ഒരു അവസ്ഥ ഇപ്പോൾ വിവരിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ MRI സ്കാൻ ചെയ്തു. ഡോക്ടർ ഇതിനകത്ത് നമുക്ക് 3 കോംപ്ലിക്കേഷൻസാണ് പറഞ്ഞിരുന്നത്. ഒന്ന്, ഈ സിസ്റ്റ് അവളുടെ മറ്റു ഓർഗൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ അതിൻ്റെ ഒരു സങ്കീർണത. പിന്നെ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ക്യാൻസറിൻ്റെ ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല.
പിന്നെ 3 പറയുന്നത് ഈ അവളുടെ മറ്റു ഓർഗൻസുമായിട്ട് ഇത് റിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റത്തില്ല. ഇതിനെ ഒന്നേ നമ്മൾക്ക് പുറത്തെടുത്ത് വെച്ച് ഇതിൻ്റെ അകത്തുള്ള ഫ്ലൂയിഡോ അതെന്താണോ അതിനെ നമുക്ക് മാറ്റിയിട്ട് തിരിച്ച് വീണ്ടും അതിനെ റീപ്ലേസ് ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെയാണെങ്കിൽ എൻ്റെ കുഞ്ഞ് കണ്ടിന്യൂസ് ആ ഒരു ട്രീറ്റ്മെൻറ്റിലോട്ട് പോകേണ്ടി വരും. അങ്ങനെ ഈ ഇതെല്ലാം കേട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ. അപ്പം ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം അവിടുത്തെ പ്രിൻസിപ്പൽ ഫാദറിനോട് വിളിച്ച് പറഞ്ഞപ്പോൾ ഫാദർ പറഞ്ഞു, ടീച്ചർ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ടീച്ചറിന് വിശ്വാസം ഉണ്ടെങ്കിൽ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്ക്, ടീച്ചറിൻ്റെ ഹസ്ബൻഡിനോട് പോയി ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾക്ക് വന്ന് ഉടമ്പടി എടുക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് വഴി ഞങ്ങൾ പ്രാർത്ഥന രജിസ്റ്റർ ചെയ്തു, പ്രാർത്ഥിച്ചു. അപ്പോഴത്തേക്കും നമുക്ക് അതിൽ ഡെയിലി ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വാട്സാപ്പ് വഴി കിട്ടി. അങ്ങനെ ഞാൻ എന്നും 5:30 എഴുന്നേറ്റിരുന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു. ഫുൾ ടൈം കൊന്ത ചൊല്ലുമായിരുന്നു. ആ ഹോസ്പിറ്റലിരുന്ന് ഫുൾ ടൈം കൊന്ത ചൊല്ലുമായിരുന്നു. അങ്ങനെ ഡോക്ടർ വന്ന് കുഞ്ഞിനെ കണ്ടിട്ട് പറഞ്ഞു, നമുക്ക് സർജറിക്ക് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാം. അങ്ങനെ ഡേറ്റ് ഫിക്സ് ചെയ്തു. സർജറിക്ക് വേണ്ടിയിട്ട് എല്ലാം റെഡിയായി. അപ്പോൾ ആ ഇടയ്ക്ക് തന്നെ എനിക്കാണെങ്കിൽ ഇവിടുത്തെ ഒരു ഉടമ്പടി തൈലവും ഈ കാശ് രൂപമാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. ഈ ഒരു കാശ് രൂപം, അതായത് ഹസ്ബൻഡിൻ്റെ ഒരു സഹോദരി ഇവിടെ വരുമായിരുന്നു, എല്ലാ മാസമൊക്കെ വരുമായിരുന്നു. അങ്ങനെ എൻ്റെ ഹോസ്പിറ്റലിൽ വന്ന സമയത്ത് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, നീ പേടിക്കണ്ട, നീ ഇത് വെച്ച് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ സർജറിക്ക് പോകുന്നതിന് മുമ്പ് മോളുടെ വയറ്റിൽ കുരിശ് വരച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയപ്പോൾ ഞാൻ മാതാവിൻ്റെ മുമ്പിൽ വച്ചിരുന്ന 3 നിയോഗങ്ങളായിരുന്നു. ഒന്ന്, ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറണം. പിന്നെ ഒന്നെന്ന് പറയുന്നത് ക്യാൻസറിൻ്റെ ഒരു സാധ്യത, അത് പൂർണ്ണമായിട്ടും തള്ളിക്കളയണം. പിന്നെ ഒന്നെന്ന് പറഞ്ഞാൽ ഇവളുടെ ഓർഗൻസുമായിട്ട്, അതായത് ഡോക്ടർമാർ എന്ത് കോംപ്ലിക്കേഷൻസ് പറഞ്ഞോ അതൊന്നുമില്ലാതെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ച് തരണമേ എന്ന് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ സർജറി കഴിഞ്ഞിട്ട് ഡോക്ടർ വന്ന് പറഞ്ഞത് ഇതൊരു അത്ഭുതമാണ്. കാരണം ഇവളുടെ രോഗത്തിൻ്റെ പേര് എൻറിക് ഡ്യൂപ്ലിക്കേഷൻ സിസ്റ്റം എന്നായിരുന്നു. അപ്പം അത് 100-ൽ ഒരാൾക്ക് മാത്രമേ വരുള്ളൂ, അതും ന്യൂ ബോൺ ആയിട്ടുള്ള കുഞ്ഞുങ്ങൾക്കേ വരത്തുള്ളൂ. അപ്പം ഡോക്ടർ പറഞ്ഞത് ഇതൊരു അത്ഭുതമാണ്, എന്തായാലും മോളുടെ സർജറി ഇതുകൂടെ ഞാൻ മാതാവിൽ നിന്ന് പ്രതീക്ഷിച്ചത് അതാണ് ആ ഡോക്ടറിൽ നിന്ന് എനിക്ക് ലഭിച്ചത്. അതാണ് എനിക്ക് ആദ്യമായിട്ട് ലഭിച്ച ഒരു അനുഗ്രഹം. അങ്ങനെ ഞങ്ങൾ വന്ന് 17/1/2023 ഞങ്ങൾ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തതിൽ ഞാൻ പ്രധാനമായിട്ടും വച്ചിരുന്ന 2 നിയോഗങ്ങളെന്ന് പറയുന്നത്, ഒന്ന് വസ്തുവിൻ്റെ വിൽപ്പനയായിരുന്നു. കാരണം ഞങ്ങൾ ഒരു വസ്തു വാങ്ങിച്ചു, പക്ഷേ അതിന് ഒരുപാട് നിയമ തടസ്സങ്ങളുണ്ടായിരുന്നു. കാരണം നിയമക്കുരുക്കുകളുണ്ടായിരുന്നു, അത് ഞങ്ങൾക്ക് അറിയാതെയാണ് ഞങ്ങൾ വാങ്ങിച്ചത്. അപ്പം അത് ഞങ്ങൾക്ക് വിറ്റുപോയാലേ ഞങ്ങൾക്കൊരു ഭവനം വയ്ക്കാൻ പറ്റുകയുള്ളൂ. അപ്പം അത് വിൽക്കാൻ നോക്കിയപ്പോഴത്തേക്കാണ് ഇങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസൊക്കെ അറിയുന്നത്. അപ്പം ഞാൻ അത് ഇവിടെ വന്ന് നിയോഗം വെച്ചു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ നീ എൻ്റെ കൂടെ ഉണ്ട് എന്ന് എനിക്കൊരു ധൈര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരാഴ്ചയ്ക്കുള്ളിൽ അതിലെന്തെങ്കിലും ആ വസ്തുവിൻ്റെ പ്രശ്നത്തിൽ എന്തെങ്കിലും ഒരു നീക്കുപോക്ക് നീ ഉണ്ടാക്കി തരണേന്ന് പ്രാർത്ഥിച്ചു. അതിന് പ്രകാരം അതുപോലെ ഒരാഴ്ചയ്ക്കുള്ളിൽ, അതായത് ഞാൻ എന്ന് വന്ന് ഉടമ്പടി എടുത്തു അതിൻ്റെ പിറ്റേ ആഴ്ച ഇടനിലക്കാരനില്ലാതെ ആ ഒരു പ്ലോട്ട് വിറ്റുപോയി. അതുപോലെ തന്നെ ബാക്കി തുടർന്നുള്ള എല്ലാ പ്ലോട്ടുകളും വിറ്റുപോയി. ഞങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഉടമ്പടി ഉപ്പ് അവിടെ കൊണ്ടിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിയിരുന്നു. അതിന് പ്രകാരം തന്നെ ആ ഒരു വർഷത്തിനുള്ളിൽ, അതായത് സെപ്റ്റംബർ മാസം 16-ാം തീയതി 2024 ഞങ്ങൾ 2023 പണി തുടങ്ങി. 2024 ഞങ്ങൾക്ക് ഭവന നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിച്ചു. ആ പുതിയ ഭവനത്തിൽ നിന്നാണ് ഞാൻ ഇന്നിവിടെ വന്നിരുന്ന് സാക്ഷ്യം പറയുന്നത്. ഇത്രയും അനുഗ്രഹം നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ ഞാൻ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനങ്ങളെന്ന് പറയുന്നത്, ഇവിടെ നിന്ന് പത്രം ലഭിക്കുമായിരുന്നു. അതിനെ ഞങ്ങൾ പള്ളിയിലോ കുരിശടിയിലോ കൊണ്ടുപോയി വയ്ക്കത്തില്ല. ഞങ്ങളെ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി എല്ലാ വീടുകളിലും കയറി ഞങ്ങൾക്ക് കിട്ടിയ അനുഗ്രഹത്തെ പറഞ്ഞ് ഞങ്ങൾ കൊടുക്കുമായിരുന്നു. പിന്നെ അനാഥാലയത്തിലെ കുട്ടികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം, അത് സ്നാക്സ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ അതിനുള്ള ക്യാഷായിട്ട് ഞങ്ങൾ കൊടുക്കുമായിരുന്നു. ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ആത്മീയമായ ജീവിതം എന്ന് പറയുന്നത് ഇച്ചിരി കൂടി മികച്ചതായിരുന്നു. കാരണം എപ്പോഴും ഒരു പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തും. അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥനയിലും മാക്സിമം മുടക്കം വരാതെ നോക്കുന്നുണ്ട്.
പള്ളി കാര്യങ്ങളിൽ അതുപോലെ തന്നെ സജീവമായിട്ട് പ്രവർത്തിക്കാനും ശ്രമിക്കുന്നുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. 2 കൊരിന്തോസ് 6:2 തിരുവചനം. സ്വീകാര്യമായ സമയത്ത് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. രാഗിമോൾ എന്ന ഈ മകൾ തൻ്റെ 3 നിയോഗങ്ങൾ വളരെ അത്ഭുതകരമായി പരിശുദ്ധ കൃപാസന മാതാവിൽ നിന്ന് സാധിച്ചു കിട്ടിയതിൻ്റെ സാക്ഷ്യമാണ് ഇവിടെ പങ്കുവയ്ക്കുക. ആദ്യത്തത് ലൈറ്റ് കാൻഡിൽ പ്രെയർ ഇട്ടുകൊണ്ട് മകളുടെ കുഞ്ഞിന് വേണ്ടിയുള്ള പ്രാർത്ഥന സമർപ്പിച്ചതാണ്. അത് പറഞ്ഞു, കുഞ്ഞിൻ്റെ വയറിൽ ഒരു സിസ്റ്റ് ഉണ്ടാവുകയും അത് ഒത്തിരി കോംപ്ലിക്കേഷൻസിലേക്ക് മാറുവാൻ സാധ്യതയുള്ളതാണെന്ന് പരിശോധനകളിലൂടെ ഡോക്ടർമാർ അറിയിക്കുകയും ചെയ്യുന്നു. പൂർണ്ണ സൗഖ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് മകൾ ആ നാളുകളിൽ അമ്മയോട് സമർപ്പിക്കുന്നത്. ക്യാൻസറിൻ്റെ സാധ്യത ഇല്ലാതാവണം, മറ്റ് ഓർഗൻസിനെയൊന്നും അത് ബാധിക്കാതെ ഇപ്പോൾ ചെയ്യുന്ന ഓപ്പറേഷനുടെ പൂർണ്ണ സൗഖ്യം, മറ്റൊരു പ്രശ്നവുമില്ലാതെ വീണ്ടും സ്രവങ്ങളൊന്നും ഉള്ളിലേക്ക് കൊടുക്കാതെ അത് സൗഖ്യപ്പെടണമെന്നതായിരുന്നു മകളുടെ നിയോഗവും പ്രാർത്ഥനയും. അത് അമ്മ മാതാവ് പൂർണ്ണമായി ഏറ്റെടുത്ത് കണ്ണീരിൻ്റെ കാലത്തിലൂടെ, ആകുലതയുടെ കാലത്തിലൂടെയാണ് അന്ന് കടന്നുപോയതെങ്കിലും അമ്മ മാതാവ് എല്ലാ ക്ലേശങ്ങളും എല്ലാ വെല്ലുവിളികളെയും പൂർണ്ണമായി മാറ്റിക്കൊടുത്തുകൊണ്ട് കുഞ്ഞിന് പൂർണ്ണ ആരോഗ്യം, പൂർണ്ണ സൗഖ്യം നൽകിയതിനെ സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു നന്മ കിട്ടി എന്നതുകൊണ്ട് അമ്മ മാതാവിനെ ഉപേക്ഷിക്കുകയല്ല രാഗിണി ചെയ്തത്. രാഗിണിക്ക് അന്ന് ഒരു സ്കൂളിൽ ജോലി ചെയ്യുന്നത് കൊണ്ട് ഒരു ഫോണിലൂടെ ലഭിച്ച അറിവാണ് കൃപാസനത്തെക്കുറിച്ച്. മകളുടെ രോഗസൗഖ്യത്തെ കൂടുതൽ ഉടമ്പടിയിലേക്ക് അടുത്തു വരുവാൻ, ഉടമ്പടിയിൽ ജീവിക്കുവാനുള്ള ആത്മധൈര്യമാണ് കൈമാറിയത്. അങ്ങനെയാണ് കുടുംബം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തുകൊണ്ട് ഉടമ്പടി പ്രകാരം ജീവിക്കുന്നത്. ആ ഉടമ്പടി പ്രകാരമുള്ള ജീവിതത്തിൽ മകൾക്കുള്ള ഒരു നിയോഗമായിരുന്നു വസ്തു വിറ്റുപോവുക, പുതിയൊരു ഭവനം നിർമ്മിക്കുക എന്നത്. 2 നിയോഗങ്ങളും വളരെ വേഗത്തിൽ ഇടനിലക്കാരില്ലാതെ വസ്തു വിറ്റുപോയതും നല്ല വില ലഭിച്ചതും പുതിയ ഭവനം നിർമ്മിച്ച് പൂർത്തീകരിക്കുവാൻ സാധിച്ചതിനെയും സന്തോഷത്തോടെ മകൾ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഉടമ്പടി ജീവിതം നമ്മളെ കുറേ കൂടി ആത്മീയ ബലമുള്ളവരായി വളർത്തുന്നുണ്ട്. ഉടമ്പടിയിൽ നമ്മോട് പറയുക, അനുദിന ദിവ്യബലിയിൽ പങ്കുചേരണം, 2 ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കണം, വചനം 1/2 മണിക്കൂർ വീതം വായിക്കണം, പ്രാർത്ഥനാപൂർവം വായിക്കണം, ആഴ്ചയിലൊരിക്കലെങ്കിലും ഉപവസിക്കണം. അതുപോലെ കാരുണ്യ പ്രവൃത്തികളിലൂടെ നമുക്കുള്ളതിൻ്റെ ഒരു പങ്ക്, ദൈവം നമുക്ക് നൽകിയതിൻ്റെ ഒരു പങ്ക് മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് തിരികെ നൽകുവാൻ സാധിക്കാത്തവർക്ക് വേണ്ടി കൊടുക്കുവാൻ എപ്പോഴും തയ്യാറാവണം. അതോടൊപ്പം ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ജീവിക്കണം, സുവിശേഷ പ്രവർത്തനത്തിൽ പങ്കാളിയാവണം. ഇത് ഉടമ്പടി നമ്മോട് പറയുന്ന അടിസ്ഥാന കാര്യങ്ങളാണ്. അതിനോടൊപ്പം ആഴ്ചതോറും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ ഓൺലൈനായി പങ്കുചേരണം, സാക്ഷ്യങ്ങൾ കേൾക്കുകയും അത് പങ്കുവയ്ക്കുകയും ചെയ്യണം. ഡെയിലി പ്രെയറിൽ പങ്കുചേർന്നുകൊണ്ട് ഓരോ ദിവസത്തെയും നമ്മുടെ നിയോഗങ്ങൾ, ജീവിത പ്രശ്നങ്ങൾ, ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ അവ വേഗത്തിൽ നിറവേറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് ഈ ഒരു പദ്ധതിയിലൂടെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിച്ച് കഴിയുമ്പോൾ ഓരോ നിമിഷവും ഒരു ദൈവികമായ ഒരു ആംബിയൻസിൽ, ഒരു ഡിവൈൻ ആംബിയൻസിൽ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മനസ്സിലാക്കുവാനാവും. ക്ലേശങ്ങളിൽ പ്രത്യാശയോടെ ആത്മബലത്തോടുകൂടി ദൈവത്തിൽ ആശ്രയിക്കുവാൻ നമുക്ക് കരുത്ത് പകരും. അതോടൊപ്പം ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥയിലും ഒട്ടും കൈവിട്ടു പോകാത്ത ദൈവാത്മാവിൻ്റെ പ്രചോദനവും പരിശുദ്ധമ്മയുടെ സാന്നിധ്യവും ജീവിതത്തെ നയിക്കുന്നുവെന്ന് നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. മകൾ പറയുന്നുണ്ട്, ഇവിടെ നിന്ന് ലഭിച്ച ഒരു ചെറിയ കാശുരൂപമാണ് ആ ലൈറ്റ് കാൻഡിൽ പ്രേരിട്ട നാളുകളിൽ എനിക്കെന്നും ബലമായി കൂടെ ഉണ്ടായിരുന്നതും എൻ്റെ കുഞ്ഞിൻ്റെ രോഗത്തിൻ്റെ സൗഖ്യത്തിന് വേണ്ടി ഞാൻ ഏറ്റവും കൂടുതൽ ശരണപ്പെട്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഉപയോഗിച്ചതെന്നും. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം നമ്മളെ ദൈവാത്മാവിൻ്റെ പ്രചോദനമുള്ള വ്യക്തികളാക്കി മാറ്റുന്നു. പാപ സാഹചര്യങ്ങളിൽ നിന്നും അകന്നു നിന്ന് ജീവിക്കുവാൻ നമ്മളെ ശക്തിപ്പെടുത്തുന്നു. അതോടൊപ്പം അമ്മ മാതാവിൻ്റെ സാന്നിധ്യവും സംരക്ഷണവും ഏത് ക്ലേശത്തിൽ നിന്നും ഈശോ വേഗം നമ്മെ സഹായിച്ച് അനുഗ്രഹിക്കുമെന്ന ബോധ്യത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തുകയും ചെയ്യുന്നു. നമ്മുടെ ജീവിതങ്ങളെ
കൂടുതൽ പ്രത്യാശയോടെ ഉടമ്പടിയിൽ നമുക്ക് ആഴപ്പെടുത്താം. വിശ്വസ്തയോടുകൂടി ഉടമ്പടി ജീവിക്കാം. അത് നമ്മുടെ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരമായി അമ്മ മാതാവ് മാറ്റുകയും ചെയ്യും. ഈ കുടുംബത്തിൽ ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് സുനിത റോബി. പാലാരൂപിത 3 ഇടവകയിലെ സെൻറ്റ് മേരീസ് ദേവാലയത്തിൽ നിന്നുമാണ് ഞാൻ വരുന്നത്. 8/11/2021 ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ പ്രധാനപ്പെട്ട നിയമങ്ങളിൽ ഒന്നാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ വീട് എന്നെ കെട്ടിച്ചിരിക്കുന്നത് മൂന്നിലവിലാണ്. എൻ്റെ സ്വന്തം വീട് എരുമേലിയിലാണ്. അവിടുത്തെ വീടും ചുറ്റുവട്ടങ്ങളും ഇച്ചിരി മോശമായതിനാലും ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരേണ്ടതിനാലും ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഒരു 8-10 വർഷമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു വേറൊരു വീടും ഒരു സ്ഥലവും മേടിക്കുക എന്നുള്ളതാണ്. അത് ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായി അച്ഛനെ കാണാൻ സാധിച്ചു. അച്ഛനോട് ഈ ആവശ്യം പറയുകയും അച്ഛൻ പറഞ്ഞു, മോളെ നിൻ്റെ വീട് വിൽക്കണ്ടേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അച്ഛൻ അതും വേണം. അച്ഛൻ എൻ്റെ ഒരു കാശുരൂപം തന്ന് അത് മാതാവിൻ്റെ കാശുരൂപം അച്ഛൻ പ്രാർത്ഥിച്ച് പറഞ്ഞു, വീടിൻ്റെ മുറ്റത്ത് കുഴിച്ചിട്ട് മോളെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. ഞങ്ങൾ അതുപോലെ ചെയ്തു. ഒരാഴ്ചയ്ക്കുള്ളിൽ എൻ്റെ ആ വീട് സാമാന്യം നല്ല വിലയോടുകൂടി വിൽക്കാനും അതേ ആഴ്ചയിൽ തന്നെ വേറൊരു സ്ഥലം, നല്ലൊരു വീടും തെടനാട് എന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് മേടിക്കുവാനും സാധിച്ചു. അത് ഞങ്ങൾക്ക് വലിയൊരു അത്ഭുതമായിരുന്നു. അതിന് ഈശോയ്ക്കും മാതാവിനും 1 കോടി നന്ദി പറയുന്നു. രണ്ടാമത്തെ എൻ്റെ നിയോഗം എന്ന് പറയുന്നത് ഇവനാണ്. 2023 ഇവനെ പ്രഗ്നൻ്റ് ആയത്. ജനുവരി 24 ജനുവരി ലാസ്റ്റ് ആയപ്പോഴത്തേനും എനിക്ക് വയറിന് ഇച്ചിരി അനക്കക്കുറവും ഹാർട്ട് ബീറ്റ് കുറവുമായിരുന്നു. അതിനെ തുടർന്ന് കൊച്ചിനെ ഞങ്ങൾ മെഡിസിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി ലേബർ റൂമിൽ 2 ആഴ്ചയോളം മുന്നോട്ട് കൊണ്ടുപോയി. 35ാമത്തെ വീക്ക് ആയുള്ളത് കൊണ്ട് കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാമോ എന്ന് ഞങ്ങൾ കുറേ ആലോചിച്ചു. അങ്ങനെ സിസ്റ്റർ ഒരു വിധത്തിൽ ലേബർ റൂമിൽ 2 ആഴ്ച മുന്നോട്ട് പോയി. ജനുവരി 24 രാവിലെ ഓപ്പറേഷന് കയറ്റി കൊച്ചിനെ എടുത്തു. പക്ഷേ 40% ഓക്സിജനേ കൊച്ചിനുണ്ടായിരുന്നുള്ളൂ. അന്നേരെ തന്നെ NICയിലേക്ക് കയറ്റി 40-35 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. 1ാമത്തെ ദിവസം ഹസ്ബൻഡിനെ കയറ്റി കാണിച്ചു. പിന്നെ പിറ്റേ ദിവസം മുതൽ അമ്മയ്ക്ക് എപ്പോൾ വേണേലും കുഞ്ഞിനെ കാണാമായിരുന്നു. 2ാമത്തെ ദിവസം രാവിലെ ഞാൻ ചെന്നു. അന്നേരം കൊച്ചിൻ്റെ സ്റ്റേജ് വളരെ മോശമായിരുന്നു. അന്നേരം ഡോക്ടർ കണ്ടപ്പോൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു, കൊച്ചിന് ഇമ്പ്രൂവ് ആയിട്ടില്ല, അതിനാൽ തന്നെ ഇന്ന് ചിലപ്പോൾ ഞങ്ങൾ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റുമായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ ഈശോയോട് ഒരുപാട് ഞങ്ങൾ റൂമിൽ വന്നിരുന്ന് ധ്യാനം കൂടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു. ഒരാൻറ്റി ഞങ്ങളെ അന്നേരം കാണാൻ വരികയും മാതാവിൻ്റെ കാശുരൂപം ഞങ്ങളുടെ കയ്യിൽ തരികയും തൈലം തന്നിട്ട് പറഞ്ഞു കൊച്ചിൻ്റെ കയ്യിലും കാലിലും എല്ലാം പുരട്ടി പ്രാർത്ഥിക്കാനും. അന്നേരം തന്നെ ഞാൻ NICയിലേക്ക് പോയി. അവിടുത്തെ നേഴ്സിംഗ് ഇൻചാർജിനോട് കാര്യം പറഞ്ഞു. അവർ സമ്മതിച്ചു. ഈ കൊച്ചിൻ്റെ തലവണ്ണയുടെ അടിയിൽ മാതാവിൻ്റെ കാശുരൂപം വെക്കാനും സമ്മതിച്ചു. ഞാൻ 3 സമയം രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും കാണാൻ പോകുമ്പം കൊച്ചിൻ്റെ കാലിലും ഹൃദയത്തിലെല്ലാം ഇങ്ങനെ തേച്ച് കൊടുത്ത് ഞങ്ങൾ പോന്നു. വൈകുന്നേരം ആയപ്പം ചെന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി കൊച്ചിന് ഒരു കുഴപ്പവും വെൻറ്റിലേറ്ററിലേക്ക് മാറ്റണ്ട, കൊച്ചിന് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം ചെന്നപ്പോഴും അതിനേക്കാൾ ഇമ്പ്രൂവായി 50, 60, 70 അങ്ങനെ ഓക്സിജൻ ലെവൽ കൂടി വന്നു. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പം ഓക്സിജൻ്റെ ഇതോട് കൂടി അല്ലാതെ തന്നെ കുറച്ച് സമയം അവർ മാറ്റി വെച്ച് നോക്കി. കൊച്ചിന് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ 10ാം ദിവസമായപ്പം കൊച്ചിന് ഒരു കുഴപ്പവും ഇല്ലാതെ ഞങ്ങളുടെ കയ്യിലേക്ക് പൂർണ്ണ ആരോഗ്യവാനായ ഒരു കൊച്ചിനെ ഞങ്ങളുടെ കയ്യിലേക്ക് തന്നു റൂമിലേക്ക്. 11ാം ദിവസം കൊച്ചിനെ ഡിസ്ചാർജാക്കി. ഞങ്ങൾക്ക് വെൻറ്റിലേറ്ററിലേക്ക് ഒന്നിനും കയറ്റേണ്ട ആവശ്യം വന്നില്ല. ഒരുപാട് ദൈവത്തിന് നന്ദി പറയുന്നു. 3ാമത്തെ നിയോഗം, ഇതെൻ്റെ മൂത്ത കൊച്ചാണ് അൽഫോൻസ. അവൾക്ക് 2024 ഒരു നവംബർ മാസം മുതൽ ചെറിയ തോതിൽ ഞെട്ടലുകൾ ഉണ്ടാകാൻ തുടങ്ങി. അത് നമുക്ക് പേടിക്കാനൊന്നും തോന്നത്തില്ല. ചെറിയ കുളിര് കോരുന്നത് പോലായിരുന്നു. 1-2 പ്രാവശ്യം ദിവസം ഒരു 1-2 പ്രാവശ്യം അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആഴ്ച മാസങ്ങൾ അങ്ങനെ കൂടി വന്നു. ഒരു ഏപ്രിൽ മെയ് മാസമായതോടെ ദിവസം ഒരു 10-200 പ്രാവശ്യം ഞെട്ടാൻ തുടങ്ങി. അത് നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്കല്ല. കണ്ടാൽ പേടിയാകും. ഞാനതിൻ്റെ വീഡിയോ കാണിക്കാം. ഏതാണ്ട് ഈ രീതിയിലായിരുന്നു വീഡിയോ. ഇതുപോലെ ഒരു 10-200 പ്രാവശ്യം ഞെട്ടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു.
അത് നമുക്ക് കണ്ടു നിൽക്കാൻ സാധിക്കാത്ത വിധത്തിലായിരുന്നു. ആദ്യം ഞങ്ങൾ മെഡിസിറ്റി കൊണ്ടുപോയി നൂറയെ കണ്ടു, MRI എടുക്കണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്ന് വളരെയധികം വിഷമിച്ച് ഒരുപാട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം ഞങ്ങളൊരു കാര്യം ചെയ്തു, ഞങ്ങൾ ആലുവ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ എൻ്റെ ചേച്ചിയുടെ വീടും അവിടെ ആയിരുന്നു. അവരും എല്ലാവരോടും കൂടി മകളെയും കൂട്ടി ഞങ്ങൾ അവിടെ ചെന്നു. ഡോക്ടർ പറഞ്ഞു ഫിക്സുമായിട്ട് ബന്ധപ്പെട്ടൊന്നുമല്ല, നമുക്ക് നോക്കാം, അടുത്ത ആഴ്ച ഒരു MRI അങ്ങനെ എന്തെങ്കിലും നോക്കാം എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഞങ്ങളെ വിട്ടു. പിറ്റേ ദിവസം ഞങ്ങൾ ഒരു ഹോസ്പിറ്റലിലും പോയില്ല. എൻ്റെയും ഹസ്ബൻഡിൻ്റെയും തീരുമാനം അനുസരിച്ച് ഞങ്ങൾ നേരെ വന്നത് കൃപാസന മാതാവിൻ്റെ നടയിലേക്കാണ്. ഞങ്ങൾ ഇവിടെ വന്നു, അച്ഛനെ കാണാൻ ടോക്കൺ എടുത്തു. അച്ഛനെ കാണാൻ ഞങ്ങൾക്ക് സാധിച്ചു. അന്നേരം ഇങ്ങനെ ഞെട്ടിക്കൊണ്ടിരിക്കുന്ന കൊച്ചായിരുന്നു. ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് അന്നേരം അച്ഛൻ കൊച്ചിൻ്റെ തലയ്ക്ക് ഈശോയുടെ കുരിശു രൂപം തലയിൽ വെച്ച് പ്രാർത്ഥിച്ചു. ഞാൻ ഈ ഫോണിലെ വീഡിയോ അങ്ങോട്ട് അച്ഛനെ ആ സമയം അന്നേരം അച്ഛൻ പറഞ്ഞു, ഫോണിലെ വീഡിയോ വേണ്ട, കൊച്ചു തന്നെ നേരിട്ട് നിൽക്കുകയാണല്ലോ എന്ന് അച്ഛൻ ചോദിച്ചു. അങ്ങനെ കൊച്ചിൻ്റെ കയ്യിൽ കാശുരൂപം പ്രത്യേകം മാതാവിൻ്റെ അവിടെ കൊണ്ടുപോയി വീണ്ടും മുട്ടിച്ച് കൊണ്ടുപോയി കൊച്ചിൻ്റെ കൈ കൊണ്ടുപോയി കൊടുത്ത് കൊന്തയിൽ ഇടണമെന്ന് പറഞ്ഞു. അങ്ങനെ രൂപം പ്രാർത്ഥിച്ചു. ഞങ്ങൾ ആ നിമിഷം അവിടെ നിന്ന് ഇറങ്ങിയ നിമിഷം മുതൽ മെയ് 2024 മെയ് 18-ാം തീയതിയാണ് ഞങ്ങളിവിടെ വന്നത്. അന്ന് മുതൽ ഇന്ന് വരെ ഇതുപോലെ ഒരൊറ്റ തവണ പോലും ഞെട്ടലുണ്ടായിട്ടില്ല. ഞങ്ങൾ ഒരാശുപത്രിയിലും പോയില്ല, ഒന്നുമില്ല. ഇതേപോലെയുള്ള ഞെട്ടൽ പിന്നെ ഉണ്ടായിട്ടില്ല. അത് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു തെളിവാണ്. നമ്മൾ പ്രാർത്ഥിച്ചാൽ എന്തു കാര്യവും സാധിക്കും എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് ഈശോയ്ക്കും മാതാവിനും ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ പറയാൻ ഇത്രയും താമസിച്ചിൽ ഒത്തിരി ക്ഷമയും ചോദിക്കുന്നു. ഈശോയെ നന്ദി, യേശുവേ. പിന്നെ എൻ്റെ ആത്മീയ ജീവിത യാത്രയിൽ ഒരുപാട് ഈശോയോട് അടുക്കാനും മാതാവിനോട് കൂടുതൽ പ്രാർത്ഥിക്കുവാനും സാധിച്ചു. ഒത്തിരി വിഷമങ്ങൾ ഉണ്ടാകുമ്പോഴും മാതാവ് കൂടെയുള്ളതിനാൽ നമുക്ക് ധൈര്യം തരുന്നൊരവസ്ഥ. പിന്നെ എൻ്റെ ഞാൻ ഒത്തിരി പേർക്ക് കാരുണ്യപ്രവർത്തികളായിട്ട് നമ്മുടെ പത്രം ആശുപത്രികളിലെ രോഗികളിലും ഒക്കെ അടുത്തെത്തിച്ചിരുന്നു. പിന്നെ ദേവാലയങ്ങളും വഴികളിൽ കാണുന്ന ആൾക്കാരിൽ ഞാൻ കൊടുത്തിരുന്നു. ഭിക്ഷ അയച്ചവരിലും അവർക്കൊക്കെ ഞാൻ കാശുരൂപം കൂടി കൊടുക്കുമായിരുന്നു. പിന്നെ പത്രം കൊടുക്കുമ്പോൾ പ്രത്യേകം ഞാനൊരു കാര്യം ശ്രദ്ധിച്ചിരുന്നു. എനിക്ക് കിട്ടിയ എല്ലാ അനുഗ്രഹങ്ങളും അവരോട് പറഞ്ഞാണ് ഞാൻ പത്രം കൊടുത്തിരുന്നത്. പിന്നെ സർവശക്തനായ പിതാവേയും ചൊല്ലിക്കൊണ്ടും അങ്ങനെ ഓരോ അനുഗ്രഹങ്ങളും പറഞ്ഞുകൊണ്ട് അവർക്ക് ഞാൻ കൊടുക്കുമായിരുന്നു. പിന്നെ ഞാൻ ബസ്സിൽ പോകുമ്പോഴും ആരെ കണ്ടാലും എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ ഞാൻ തുറന്നു പറഞ്ഞിരുന്നു. ഇവിടെ പറയാൻ മാത്രം ഞാൻ മാതാവിനോട് സാക്ഷ്യം പറയാൻ ഒത്തിരി വൈകി. അതിന് വീണ്ടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. പിന്നെ കുമ്പസാരം, കുർബാന, അതിലെല്ലാം കുമ്പസാരം എല്ലാ മാസത്തിലും എനിക്ക് കുമ്പസാരിക്കാൻ പറ്റിയിരുന്നു. അതിനൊരുപാട് ഈശോയ്ക്ക് നന്ദി പറയുന്നു. ദൈവമേ നന്ദി, സ്തുതി. പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ മോശ കർത്താവിനോട് പറയുന്നുണ്ട്, ഈ ജനത അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് ഓർമ്മിച്ചാലും. കർത്താവ് മോശയോട് അതിന് മറുപടിയായിട്ട് പറയുന്നത്, ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. തൻ്റെ ആ വാഗ്ദാനം ദൈവം ഇന്ന് ഉടമ്പടിയിലൂടെ തുടർന്നുകൊണ്ടിരിക്കുന്നതും മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കഠിന രക്ഷാകര പദ്ധതികൾ എങ്ങനെയാണ് ഉടമ്പടി വഴി ഇന്ന് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. തൻ്റെ മക്കളുടെ അനുഭവ സാക്ഷ്യങ്ങൾ, മക്കൾക്ക് കിട്ടിയ രോഗസൗഖ്യ അനുഭവങ്ങൾ, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. പുറപ്പാട് 14:14 അരുളി ചെയ്യുന്ന തിരുവചനം പോലെ പല ഹോസ്പിറ്റലുകളിലും കയറി ഇറങ്ങി. എന്നാൽ അമ്മയുടെ സന്നിധാനമാണ് തൻ്റെ മകൾക്ക് ഏറ്റവും അനുയോജ്യമായതെന്ന് വീണ്ടും ആ മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞ് ഇവിടെ വന്ന് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ കൈവയ്പ് ശുശ്രൂഷ ലഭിച്ച് പിന്നീട് ഇന്ന് വരെയും ആ മകൾക്ക് 1-2 തവണ എന്ന് പറഞ്ഞ് തുടങ്ങിയത് പിന്നീട് 200-ലേറെ തവണ ഓരോ ദിവസവും ഒരു ഞെട്ടൽ പോലെ തൻ്റെ കുഞ്ഞിനുണ്ടാകുന്ന ആ ഒരു അസ്വസ്ഥതകളൊക്കെ പരിപൂർണമായിട്ട് മാറി. ഒരു മരുന്നും ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്നാണ് പറയുക. അങ്ങനെ ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഈശോ പറഞ്ഞ വാക്ക് ഈശോ പാലിക്കുകയാണ്. നാമാണ് ഉടമ്പടിയിൽ ദൈവത്തോട് ചെയ്യുന്ന വാക്ക് പാലിക്കുന്നുണ്ടോ എന്ന് നാമാണ് ചിന്തിക്കേണ്ടത്. ഉടമ്പടി എന്ന് പറയുന്നത് വിശ്വസ്തമായ ഒരു ജീവിതത്തിന് നമ്മെ ക്ഷണിക്കുന്ന
ഉത്തരവാദിത്വപൂർണമായ ഒരു ജീവിത രീതി തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ട് ഉടമ്പടി എടുത്തല്ലോ ഇനി എല്ലാം ക്ലിയറാകും, അതല്ല ഉടമ്പടി എന്ന് പറയുക. വിശ്വസ്തതയും സത്യസന്ധതയും ഉടമ്പടിയിൽ ഒഴിച്ചുകൂടാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ 10 വർഷമായി തങ്ങൾക്കൊരു സ്ഥലം വാങ്ങുവാനും തങ്ങളുടെ സ്ഥലം വിൽക്കുവാനുമൊക്കെ ഒത്തിരിയേറെ ആഗ്രഹിച്ചു. എന്നാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ തങ്ങൾക്ക് എങ്ങനെ അതിനൊക്കെ സാധിച്ചു എന്നുള്ളതും നാം ഇവിടെ കേട്ടു. അങ്ങനെ ദൈവസന്നിധിയിൽ നാം എടുക്കുന്ന ഉടമ്പടിയുടെ പ്രാർത്ഥന അത് ദൈവം ഏറ്റെടുത്ത് കഴിയുമ്പോൾ ആ ഉടമ്പടി പ്രാർത്ഥന ഫലമണിയുകയാണ്. തൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, ആത്മീയ ജീവിതത്തിലൊക്കെ വന്ന മാറ്റം, അതെല്ലാം ഈശോയ്ക്ക് കൊടുക്കുന്ന, അതായത് ദൈവം നമ്മിൽ പ്രവർത്തിക്കുവാനായിട്ട് നാം ഒരുക്കുന്ന വഴികളാണ്. ഈ വഴികൾ ക്ലിയർ ആയാൽ മാത്രമേ ദൈവത്തിൻ്റെ അരൂപിക്ക് നമ്മിൽ പ്രവർത്തിക്കുവാനും നമ്മുടെ തടസ്സങ്ങളായിട്ട് നമുക്ക് നിൽക്കുന്ന പലതും ദൈവ അരൂപി വന്നു നിറയുമ്പോൾ മാറുകയുള്ളൂ. നമുക്ക് കരങ്ങളടിച്ച് ഈ കുടുംബത്തെ സമർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ച അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് ദീപ, ഹസ്ബൻഡ് ഷിബു. ഞങ്ങൾ കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴ എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. 13/11/2003 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം 10-15 വർഷമായിട്ട് എനിക്ക് മൈഗ്രെയിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. ഒരുപാട് ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ കഴിച്ചെങ്കിലും അത് തുടർച്ചയായിട്ട് വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഒരു ദിവസം എനിക്ക് ശക്തമായ വേദന ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഫോണിൽ ചെറിയ രീതിയിൽ പാട്ട് വെച്ചിട്ട് ഉറങ്ങാൻ പറ്റുമോയെന്ന് നോക്കി ഇങ്ങനെ ഫോൺ ഓണാക്കി വെച്ചു. പക്ഷെ അപ്പോൾ വന്നതൊരു ആളിൻ്റെ പ്രസംഗം പോലെ ആയിരുന്നു. ഞാനത് ശ്രദ്ധിച്ചില്ല. എന്തോ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കണ്ണടച്ച് കിടന്നു. പക്ഷെ അപ്പം ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു, തലയുടെ വലതു ഭാഗത്ത് ശക്തമായ ഇടിയുള്ളവർ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഞെട്ടിപ്പോയി. പെട്ടെന്ന് ഞാൻ അങ്ങനെ ചെയ്ത് എന്താണ് പ്രാർത്ഥിച്ചതെന്നൊന്നും എനിക്കറിയത്തില്ല. അത് ജോസഫ് അച്ഛനാണെന്നോ കൃപാസനത്തിൽ നിന്നാണെന്നോ ഒന്നും എനിക്കറിയത്തില്ല. അന്ന് ഞാൻ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഒരു 15 മിനിറ്റ് ആയപ്പോൾ തന്നെ എനിക്ക് ആ ശക്തമായ ഇടി മാറി. അപ്പോൾ ഞാൻ നോക്കി ഇത് എവിടെ നിന്നാണെന്ന്. അപ്പോൾ കൃപാസനം ആലപ്പുഴ എന്ന് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ ഒരു ഹിന്ദു കുടുംബത്തിൽ നിന്നാണ്, വേറൊന്നും അറിയത്തില്ല. അപ്പോൾ അടുത്തുള്ള ഒരു ചേച്ചിയുടെ അടുത്ത് പോയി, ചേച്ചി ക്രിസ്ത്യനാണ്. അപ്പോൾ ചേച്ചി പറഞ്ഞു ഇങ്ങനെ കൃപാസനം എന്ന് പള്ളിയാണ്, ഭയങ്കര ശക്തിയുള്ള മാതാവാണ്, ഉടമ്പടി എടുക്കാമെന്ന് നേർന്നാൽ മതി, അമ്മ മാറ്റിത്തരും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു ഉടമ്പടി എടുത്തോളാം, പക്ഷേ എനിക്ക് യാത്ര ചെയ്ത് ഇവിടെ വരെ വരാൻ പറ്റണം അമ്മയെന്ന് പറഞ്ഞു. പിന്നെ എനിക്കൊരു ജപമാല തന്നു. അതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. എങ്കിലും ഞാൻ ജപമാല ചൊല്ലാൻ തുടങ്ങി. 1 മാസമായപ്പോൾ തന്നെ എനിക്ക് പ്രകടമായ മാറ്റങ്ങൾ വന്നു തുടങ്ങി. എനിക്ക് വെയിലത്ത് ഇറങ്ങാൻ പറ്റി. മറ്റേത് എനിക്ക് അങ്ങനെയൊന്നും പറ്റത്തില്ലായിരുന്നു. സ്മെല്ലടിക്കാൻ പറ്റത്തില്ല. 1 മാസമായപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് കുറഞ്ഞു വരുന്നുണ്ടെന്ന്. 3 മാസം പ്രാർത്ഥിച്ചു. പൂർണ്ണമായി അമ്മ സൗഖ്യം തന്നു. ഇന്ന് ഈ നിമിഷം വരെ എനിക്ക് മൈഗ്രെയിൻ്റെ തലവേദന വന്നിട്ടില്ല. അമ്മയ്ക്ക് ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. രണ്ടാമത്തെ സാക്ഷ്യം, ഞങ്ങൾക്ക് ഫോറസ്റ്റ് ഏരിയയിൽ കുറച്ച് വസ്തു ഉണ്ടായിരുന്നു ഹസ്ബൻഡിൻ്റെ പേരിൽ. പക്ഷേ കുറേ നാളായിട്ടത് വിൽക്കാൻ ശ്രമിച്ചിട്ടും പറ്റുന്നില്ല. അത് പെട്ടെന്ന് വിറ്റ് പോണ ഒരു സ്ഥലമല്ല. അപ്പോൾ ഞാനത് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. ഏപ്രിൽ 15 എന്നൊരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അമ്മേ 15-ന് മുമ്പ് ഒരാൾ വരണേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ആ ഡേറ്റിന് മുമ്പ് തന്നെ ഒരാൾ വന്നു. വസ്തു വിൽപ്പന നടന്നു. പക്ഷേ എങ്കിലും മുന്നോട്ട് കുറേ സഹനങ്ങളായിരുന്നു. ഫോറസ്റ്റ് ഏരിയയിലായതുകൊണ്ട് തന്നെ രജിസ്ട്രേഷനൊക്കെ പല ബുദ്ധിമുട്ടുകളും ആയിരുന്നു. എങ്കിലും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. കുഴപ്പമൊന്നുമില്ലാതെ ഞങ്ങൾക്കത് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതിനിടയിൽ ഹസ്ബൻഡ് കുവൈറ്റിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അവിടെ പ്രോജക്റ്റൊന്നും ഇല്ലാതെ ഒരുപാട് ബുദ്ധിമുട്ടിലായി. നാട്ടിൽ വന്നു. സ്വന്തം വിസയിലായിരുന്നു. അപ്പോൾ വർഷം തോറും 1.5 ലക്ഷം രൂപ മുടക്കിയൊക്കെ വിസ അടിക്കണം. ജോലിയൊന്നും ഇല്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടിലായി. ഹസ്ബൻഡ് നാട്ടിൽ വന്നു. അപ്പോൾ നാട്ടിൽ വന്നു 6 മാസം നിന്നു. കയറിപ്പോകാൻ സമയമായപ്പോഴത്തേക്കാണ് നമുക്ക്
മസ്കറ്റിൽ നിന്ന് ഒരു സുഹൃത്ത് വഴി ഒരു ജോബ് ഓഫർ വന്നു. അപ്പോൾ അമ്മ തന്നതാണ്, ഒരു കമ്പനിയിലായിരുന്നു. അമ്മ തന്നതാണെന്ന് ഉറച്ച് വിശ്വസിച്ച് കുവൈറ്റിലേക്ക് കയറിപ്പോയില്ല. പക്ഷേ അത് ഓരോ മാസം ഇങ്ങനെ കഴിഞ്ഞു പോയി, അത് നടക്കാതെ. അപ്പോൾ ഈ വസ്തു വിൽപ്പനയ്ക്ക് അച്ഛനെ കാണാൻ എനിക്കൊരു ഭാഗ്യം കിട്ടി, അത് പറയാൻ മറന്നുപോയി. അപ്പോൾ അച്ഛനൊരു കാശ് രൂപം തന്ന് അവിടെ കൊണ്ടുവന്ന് നിക്ഷേപിക്കാൻ പറഞ്ഞു. ഞങ്ങളൊരു 7 ദിവസം അവിടെ തുടർച്ചയായി പോയി ഉപ്പും ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് നടന്നത്. അപ്പം ഞാൻ ഹസ്ബൻഡിൻ്റെ ബയോഡേറ്റ അതിൻ്റെ കൂടെ ഞാൻ അച്ഛൻ്റെ കൊടുത്തപ്പോൾ അച്ഛൻ ചോദിച്ചു, ഹസ്ബൻഡ് എവിടെ, അയാളോട് വന്ന് ഉടമ്പടി എടുക്കാൻ പറയാൻ പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡ് ഉടമ്പടി എടുത്തു. 4/7/2004 ഹസ്ബൻഡ് ഉടമ്പടി എടുത്തു. അപ്പോൾ ഉടമ്പടി എടുത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷേ മസ്കറ്റിൽ അത് നടന്നില്ല. അതിങ്ങോട്ട് മുന്നോട്ട് അടുത്ത മാസം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി. വീണ്ടും ഓരോ ദിവസവും കഴിഞ്ഞു പോയി. അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മയെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ല, അമ്മ ഇടപെടാതെ ഞങ്ങൾക്ക്, അമ്മയല്ലാതെ ഞങ്ങൾക്കൊരു ആശ്രയമില്ല, ഞങ്ങൾക്ക് വേറെ വരുമാനം ഒന്നുമില്ല, ഹസ്ബൻഡ് ജോലിയാണ് ഏക വരുമാന മാർഗം. അപ്പോൾ ആ ഉടമ്പടിയിൽ ഞാൻ വെച്ചു, ഹസ്ബൻഡിന് ഏജ് ഓവറായതുകൊണ്ട് കമ്പനികളിലൊന്നും പെട്ടെന്നൊന്നും നടക്കത്തില്ല. അപ്പം പല കമ്പനികളിലും നോക്കി പറ്റിയില്ല. പക്ഷെ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ അവരൊക്കെ മനുഷ്യരല്ലേ, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ അമ്മേ, എനിക്ക് നല്ലൊരു കമ്പനിയിൽ ഫോർമാനായിട്ട് അമ്മ ഒരു ജോലി തരണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന തുടങ്ങിയത്. അപ്പോൾ അതിൽ അച്ഛൻ പറയുന്നുണ്ട്, നമുക്ക് നടക്കേണ്ട കാര്യങ്ങളുടെ പേപ്പറോ അങ്ങനെ അതൊക്കെ എടുത്തു വെച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട് ആ സമയത്ത്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ പാസ്പോർട്ടിനകത്ത് എൻ്റെ കാശ് രൂപം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. അമ്മ നേരിട്ട് ഇറങ്ങി വന്ന് ഇത് നടത്തിയാലേ നടക്കുള്ളൂ, ഞങ്ങൾക്കൊന്നും പറ്റത്തില്ല, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു അമ്മയെന്ന് പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ട് വഴി സൗദിയിലേക്കൊരു ഓഫർ വന്നു. പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും നടന്നു. എൻ്റെ ഹസ്ബൻഡിൻ്റെ വിസയും ടിക്കറ്റുമാണ്. നല്ലൊരു കമ്പനിയിൽ ഫോർമാനായിട്ട് എൻ്റെ ഹസ്ബൻഡിന് അമ്മ ഒരു ജോലി തന്ന് അനുഗ്രഹിച്ചു. അമ്മയ്ക്ക് ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. അടുത്ത സാക്ഷ്യം, ഞാനത് ഉടമ്പടിയിൽ വെച്ചിട്ടില്ല. പക്ഷേ എൻ്റെ അച്ഛന് ഒരു അസുഖം ഉണ്ടായി, ഇടയ്ക്കിടയ്ക്ക് ഒരു തളർച്ച വരുമായിരുന്നു അച്ഛന്. അപ്പോൾ ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തു, ഒന്നും അസുഖം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയുടെ മുമ്പിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാം, അച്ഛൻ്റെ അസുഖം വെളിപ്പെടുത്തി തരണം, അത് മരുന്നിൽ മാറുന്ന ഒരു അസുഖമായിരിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. ഒടുവിൽ അത് അസിഡിറ്റി ആണെന്ന് കണ്ടുപിടിച്ച് മരുന്നിൽ ഇപ്പോൾ അച്ഛനത് പൂർണ്ണ സൗഖ്യം കിട്ടി. പ്രേക്ഷിത പ്രവർത്തനം, അപ്പം ഇവിടെ നിന്ന് കിട്ടുന്ന പത്രങ്ങളൊക്കെ പ്രാർത്ഥിച്ചാണ് കൊടുക്കുന്നത്. ചിലരൊക്കെ വേണ്ടെന്ന് പറയും, എങ്കിലും പ്രാർത്ഥനയോടെ അർഹതപ്പെട്ടവരുടെ കയ്യിലെത്തണേ എന്ന് പ്രാർത്ഥിച്ച്, അത് മഴയായാലും വെയിലായാലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നില്ല, വഴിയിൽ നിന്നില്ല. എൻ്റെ പത്രം ഞാനും ഹസ്ബൻഡിൻ്റെ പത്രം ഹസ്ബൻഡും തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ കാരുണ്യ പ്രവർത്തികളായിട്ട് അനാഥാലയങ്ങളിൽ പോവുകയും അവർക്ക് ആഹാര സാധനങ്ങൾ വാങ്ങിക്കൊടുക്കും, വസ്ത്രങ്ങൾ, ക്യാൻസർ സെൻറ്ററിൽ ഭക്ഷണം. അപ്പം ഞങ്ങൾ ഉടമ്പടി എടുത്ത 2-3 പേര് കൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അതാണ് കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത്. ജ്ഞാനം 16:12. കർത്താവെ, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അവിടുത്തെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ദീപ എന്ന ഈ സഹോദരി വർഷങ്ങളായുള്ള മൈഗ്രെയിൻ എന്ന രോഗാവസ്ഥ, അത് മരുന്നുകൊണ്ട് പലരെ കണ്ടെങ്കിലും യാതൊരു പ്രയോജനവുമില്ലാതെ ഇരുന്ന നാളുകളിൽ ഡെയിലി ബ്രെഡ് പ്രെയർ നടക്കുന്ന സമയത്ത്, അതാരംഭിച്ച കാലത്ത് അച്ഛൻ ആ രോഗ സമയങ്ങളിൽ പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുമ്പോൾ ശിരസിൽ കരം വെച്ച് പ്രാർത്ഥിക്കുകയും അതിലൂടെ അന്ന് സൗഖ്യാനുഭവം ലഭിക്കുകയും പിന്നീട് ഇത്രയും നാളായിട്ട് യാതൊരു രോഗത്തിൻ്റെ ക്ലേശങ്ങളില്ലാതെ പോയതിനെക്കുറിച്ച്, ആരോഗ്യത്തോടെ ഇരിക്കുന്നതിനെ സാക്ഷ്യത്തിൽ സൂചിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ജീവിത പങ്കാളിക്ക് വിദേശത്ത് ജോലിയുമായി ബന്ധപ്പെട്ട് ഏജ് ഓവറായതുകൊണ്ട് പോകുവാൻ പ്രയാസമായി പോകാൻ പറ്റാതിരുന്ന കാലഘട്ടത്തിൽ
ഡെയിലി ബ്രെഡിൽ അത് നിയോഗം സമർപ്പിക്കുകയും അതിൻ്റെ പേപ്പറുകൾ സമർപ്പിച്ച് അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തതിലൂടെ അതുപോലെ തന്നെ സാധിക്കുവാനായിട്ട് വിസ ലഭിച്ചു. വിദേശത്ത് പോകുവാനുള്ള വഴികൾ തുറന്നു കിട്ടിയതിനെ പ്രത്യേകമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നു. മൂന്നാമത്, ഒരു സ്ഥലം വിൽപ്പനയ്ക്ക് വേണ്ടി നോക്കി ഏറെ നാളായി പരിശ്രമിച്ചിട്ട് നടക്കാതിരുന്നത് അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ നൽകിയ കാശ് രൂപം അവിടെ സ്ഥാപിക്കുകയും ചെയ്തതിലൂടെ ആ സ്ഥലം വേഗം വിറ്റുപോയതിനെ സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. പരിശുദ്ധ അമ്മയിലുള്ള നിരന്തരമായ ആശ്രയത്വം ഉടമ്പടി ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് നയിക്കുവാനും ഉടമ്പടിയുടെ കൃപാസനം പത്രിക അത് മറ്റുള്ളവർക്ക് അമ്മ മാതാവിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അവരവരുടെ ഉടമ്പടിയിൽ കൊടുക്കുവാനും ഒക്കെ കാണിച്ച നല്ല മനസ്സും തീഷ്ണതയുമൊക്കെ അവരുടെ ജീവിതത്തിന് അത് അനുഗ്രഹമായി ഭവിക്കുകയും അമ്മ മാതാവ് കരം പിടിച്ചവരുടെ ജീവിതത്തെ നയിക്കുകയും ചെയ്തതിനെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുക. ഈ കുടുംബത്തിന് ലഭിച്ച ഈ നന്മകളെ ഓർത്ത് നന്ദി പറയാം. കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് ആദ്യം തന്നെ എൻ്റെ യേശുവപ്പനും അമ്മയ്ക്കും ഞാൻ ഒത്തിരി നന്ദി പറയുവാണ്. എൻ്റെ പേര് പഞ്ചമി. ഞാൻ വരുന്നത് തിരുവനന്തപുരം പട്ടം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. ഇതെൻ്റെ അമ്മയാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് നവംബർ 13, 2023 ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ ഒത്തിരി നല്ല സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് എൻ്റെ വിവാഹം. അതായത് 30 വയസ്സായിട്ടും എൻ്റെ വിവാഹം ഒന്നും നടന്നില്ലായിരുന്നു. അപ്പോൾ എൻ്റെ അച്ഛനും അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഈ കഴിഞ്ഞ മെയ്യിൽ എൻ്റെ വിവാഹം നടന്നു. എൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു, ബാംഗ്ലൂരാണ്. പിന്നെ വന്നിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാനൊരു IT കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്, ടെക്നോ പാർക്കിൽ. അപ്പോൾ ഞാൻ 2020 ജോയിൻ ചെയ്തു. അപ്പം 2020 തൊട്ട് 24 വരെ കമ്പനിയിൽ ഏറ്റവും നല്ല എംപ്ലോയിക്കുള്ള, അതായത് ഒരു തെറ്റും കൂടാണ്ട് വർക്ക് ചെയ്യുന്ന എംപ്ലോയിക്കുള്ള സർക്കിൾ ഓഫ് എക്സലൻസ് അവാർഡ് എനിക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാം അമ്മയുടെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. പിന്നെ സാക്ഷ്യം പറയാനായിട്ടുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ഒക്ടോബറിൽ എൻ്റെ വായിൽ ഒരു മുഴ വന്നു. പക്ഷെ ഒരു ചെറിയൊരു മുഴ, പക്ഷെ ഞാനത് കാര്യമായിട്ട് എടുത്തില്ല, ഞാൻ ആരോടും പറഞ്ഞില്ല. അങ്ങനെ ഞാൻ ഇന്ന് പോവും നാളെ പോകുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഞാൻ ഒക്ടോബറായി, നവംബറായി, ഡിസംബറിൽ ഞാൻ നാട്ടിലോട്ട് വന്നു ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ജനുവരിയിൽ ഞാൻ തിരിച്ച് ബാംഗ്ലൂർക്ക് പോകാൻ വേണ്ടിയിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഈ മുഴ മാറുന്നില്ലല്ലോ, എന്തായാലും ജസ്റ്റ് ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചിരിക്കാം എന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങളുടെ കമ്പനിയിൽ ESI ഇൻഷുറൻസിൻ്റെ ഒരു ഹോസ്പിറ്റലുണ്ട്, ESI ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. ESI ഹോസ്പിറ്റലിൽ പോയി. ESI ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്ക് അവിടുത്തെ ജനറൽ ഡോക്ടറെയാണ് ഞാൻ ആദ്യം കാണിച്ചത്. അപ്പോൾ പുള്ളി എൻ്റെ വായിൽ നോക്കിയിട്ട് പറഞ്ഞു, മോളെ ഇത് അങ്ങനെ വെച്ചുകൊണ്ടിരിക്കാനൊന്നും പറ്റത്തില്ല, നമുക്ക് ENT ഡോക്ടറിനെ ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞു. പുള്ളി തന്നെ ESIയിൽ ENT ഡോക്ടറിലോട്ട് എന്നെ റെഫർ ചെയ്തു. അപ്പം ഞാനും അച്ഛനും കൂടെ പോയി. അപ്പം 2 മെയിൻ ഡോക്ടേഴ്സാണ് അവിടെ ഇരിക്കുന്നത്. അപ്പം അവർ എൻ്റെ വായിൽ ഇത് നോക്കിയിട്ട്, അതായത് എൻ്റെ അണ്ണാക്ക് ഭാഗത്തിലാണ് ഈ ഒരു മുഴ വന്നത്. പക്ഷെ എനിക്ക് വേദനയൊന്നുമില്ല. പക്ഷേ ആ ഡോക്ടർ പറഞ്ഞു, ഇത് നമുക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല, ഇത് നമുക്ക് സർജറി ചെയ്ത് ബയോപ്സിക്ക് അയക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സർജറി ബയോപ്സി എന്നൊക്കെ പറഞ്ഞപ്പം ഞാനങ്ങ് വല്ലാണ്ട് പേടിച്ചു പോയി. അപ്പം ഞാൻ ചോദിച്ചു, ബയോപ്സിയോ? അപ്പം ഡോക്ടർ പറഞ്ഞു, കുഴപ്പമില്ല മോളെ, നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം മോളുടെ ബ്ലഡ് ഒന്ന് കൗണ്ട് നോക്കാം, പിന്നെ ECG ഒന്ന് എടുത്ത് നോക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ബ്ലഡ് കൗണ്ട് എടുത്തപ്പോഴത്തേക്ക് എൻ്റെ ബ്ലഡിൽ നല്ല വ്യത്യാസം, അതായത് WBCയും പ്ലേറ്റ്ലെറ്റ്സിലൊക്കെ നല്ല കൗണ്ട് വ്യത്യാസം. അപ്പോൾ അവർ പറഞ്ഞു, ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ ECG എടുത്തപ്പോൾ ECGയിലും, പക്ഷേ പേടി കൊണ്ടാണോ എന്നറിയത്തില്ല, ECGയിലും നല്ല വേരിയേഷൻ. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഈ ECG വെച്ചിട്ട് സർജറി ചെയ്യാനായിട്ട് അവർക്ക് ഓപ്ഷൻ ഇല്ല, കാരണം സർജറി ചെയ്യുന്ന സമയത്ത് കാർഡിയാക് അറസ്റ്റൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഈ ഹോസ്പിറ്റലിൽ കാർഡിയോളജി ഡോക്ടർ 1 മാസത്തേക്ക് ലീവാണ്, അതുകൊണ്ട് ഇയാളൊരു കാര്യം ചെയ്യണം, ഞങ്ങൾ മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് റെഫർ ചെയ്യാം, അവിടെ ചെന്ന് സീനിയർ കാർഡിയോളജി ഡോക്ടറെ കണ്ടിട്ട് അയാളുടെ കയ്യിൽ നിന്ന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ സർജറി ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അച്ഛനും കൂടി ട്രിവാൻഡ്രത്ത് തന്നെ ഒരു മെഡിട്രീന എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലിൽ പോയി സീനിയർ കാർഡിയോളജിസ്റ്റിനെ കാണാൻ വേണ്ടി ടോക്കൺ എടുത്തു. ടോക്കൺ എടുത്തപ്പോൾ ഞാൻ അവിടെ ഇരിക്കുക. പക്ഷേ പുള്ളീനെ കാണാൻ വരുന്നവരെല്ലാം 60, 70, 80 വയസ്സൊക്കെ ഉള്ളവരാണ്. അപ്പം ഞാനങ്ങ് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് സങ്കടം തോന്നി. എൻ്റെ ദൈവമേ, ഈ ഒരു പ്രായത്തിന് ഇനി ഹാർട്ടിനും കൂടെ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ളത് ഞാൻ വിചാരിച്ചു. അപ്പോഴെല്ലാം എനിക്ക് കരയണമെന്നുണ്ട്, പക്ഷേ ഞാൻ കരഞ്ഞില്ല, ആൾക്കാർ കാണത്തില്ലേ, അതുകൊണ്ട് ഞാൻ കരഞ്ഞില്ല. ഞാൻ ഉടമ്പടി ലോക്കറ്റ് കയ്യിൽ തന്നെ ഇങ്ങനെ ഇറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ടോക്കൺ എത്തി, ഡോക്ടർ എന്നെ വിളിച്ചു.
ഡോക്ടർ എന്നെ അതിശയത്ത് ചോദിച്ചു എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അങ്ങ് കരഞ്ഞു. ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഇന്ന് എൻ്റെ വായിലൊരു മുഴ, അത് സർജറി ചെയ്ത് ബയോപ്സിക്ക് അയക്കണമെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് കരച്ചിലും തുടങ്ങി. അപ്പോൾ പുള്ളി ഒരു ഏജായിട്ടുള്ള ഡോക്ടറാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, മോളെ അത് കുഴപ്പമൊന്നുമില്ല. അപ്പം എൻ്റെ ECG എടുത്ത് നോക്കിയപ്പം നല്ല വേരിയേഷൻ ഉണ്ടായിരുന്നു. അപ്പം പുള്ളി പറഞ്ഞു, നമുക്ക് എക്കോ ചെയ്യാമെന്ന് പറഞ്ഞു. എക്കോയും ഒരു CT സ്കാനും ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ എക്കോയും CT സ്കാനും ഒക്കെ കേൾക്കുന്നത്. എന്താണ് സംഭവം എന്ന് എനിക്കറിയത്തില്ല. അപ്പം അന്ന് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം എക്കോ എടുക്കാനായിട്ട് എന്നെ ലാബിൽ കൊണ്ടുപോയി. പക്ഷേ ഞാൻ ഉടമ്പടി ലോക്കറ്റ് ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ദൈവമേ, ഒരു അബദ്ധം വരുത്താതെ കാത്തോണേ. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ എനിക്കറിയത്തില്ല, ആ ലാബിൽ കയറിയതും എൻ്റെ ടെൻഷനൊക്കെ അങ്ങ് പോയി. ഞാൻ വളരെ കൂളായിട്ട് എക്കോയ്ക്ക് കിടന്നു. എക്കോയുടെ റിസൾട്ട് വന്നു. എനിക്ക് ഹാർട്ടിന് ഒരു കുഴപ്പമില്ല, മെഡിക്കലി ഫിറ്റാണ്, സർജറി ചെയ്യാം എന്നുള്ളത് ആ ഡോക്ടർ എഴുതി തന്നു. പിന്നെ ഇനി അടുത്തത് CT സ്കാൻ ആ ഹോസ്പിറ്റലിലല്ല, മറ്റൊരിടത്ത് പോയി CT സ്കാനും ചെയ്തു. ഈ CT സ്കാൻ ചെയ്തപ്പോഴും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു, മെറ്റൽ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് റിമൂവ് ചെയ്തോ, മാല, താലി അതെല്ലാം റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എല്ലാം മാറ്റി. പക്ഷേ ഞാൻ അമ്മയുടെ ലോക്കറ്റ് ഇങ്ങനെ കയ്യിൽ ഇറക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാബിൽ കയറിയ സമയത്ത് അവിടെ നിൽക്കുന്ന ആ പയ്യൻ എന്നോട് ചോദിച്ചു, എന്താ ചേച്ചിയുടെ കയ്യിലെന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ലോക്കറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ പയ്യൻ ഇങ്ങനെ ചിരിച്ചിട്ട് പറഞ്ഞു, ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് CT സ്കാനിന് കിടന്നു. അങ്ങനെ ഒരു അരമണിക്കൂറിനുള്ളിൽ അതിൻ്റെ റിപ്പോർട്ട് കിട്ടി. വേറെ ഗ്രോത്ത് ഒന്നുമില്ല, ആകെ ഈ ഒരു മുഴ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അതിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും കിട്ടി. അങ്ങനെ ഈ കഴിഞ്ഞ 14-ാം തീയതി എന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുകയും 15-ാം തീയതി സർജറി ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ സർജറിക്ക് കയറുന്ന മുമ്പ് നമുക്കറിയാം, വേറെ ഡ്രസ്സൊന്നും അല്ല നമ്മൾ ധരിക്കേണ്ട, അവർ തരുന്ന ഡ്രസ്സ് വേണം ധരിക്കാൻ. അതായത് ഒരു മുണ്ടും ഒരു ടോപ്പും. അപ്പം പക്ഷേ എനിക്കാണെങ്കിൽ മാതാവിനെ കയ്യിൽ വെക്കാനും പറ്റുന്നില്ല. കാരണം ഒരു കയ്യിൽ ഫുൾ അവർ ഇഞ്ചക്ഷൻ എടുത്ത ഒരു നീര് എനിക്ക് കയ്യിൽ പിടിക്കാൻ പറ്റുന്നില്ല, മറു കയ്യിലാണെങ്കിൽ അവർ ട്രിപ്പ് ഇട്ടിരിക്കുന്നു. പക്ഷേ എനിക്ക് മാതാവിൻ്റെ ലോക്കറ്റ് ഇല്ലാതെ പോകാനും ഒരു ധൈര്യമില്ല. അപ്പം എൻ്റെ അമ്മ തന്നെ ഞാൻ ഉടുത്തിരുന്ന മുണ്ടിൽ ഒരു കിഴിയുണ്ടാക്കി മാതാവിനെ അവിടെ ഒളിപ്പിച്ച് വെച്ചു. എന്നിട്ട് ഞാൻ വലിയ ധൈര്യത്തോടു കൂടി സർജറിക്ക് കയറി. പക്ഷേ എനിക്ക് ടെൻഷനൊന്നുമില്ലായിരുന്നു. ഞാൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്, ഞാൻ ഉടമ്പടിയിലല്ലേ, പിന്നെ എന്തിനാ, അമ്മ നോക്കിക്കോളും എന്നുള്ളൊരു ചിന്തയിലായിരുന്നു എനിക്ക്. അങ്ങനെ ഒരു അരമണിക്കൂറിനുള്ളിൽ സർജറി ചെയ്തു. എന്നിട്ട് ആ മുഴ മാറ്റിയിട്ട് അവരൊരു കണ്ടെയ്നറിലിട്ട് എൻ്റെ അച്ഛനോട് തന്നെ പറഞ്ഞു, അത് മെഡിക്കൽ കോളേജ് പാത്തോളജി കൊണ്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അതിൻ്റെ റിസൾട്ട് ബയോപ്സി ചെയ്യുന്നവർക്കൊക്കെ അറിയാം, 3 ആഴ്ച പിടിക്കും അതിൻ്റെ റിസൾട്ട് കിട്ടാനായിട്ട്. പിന്നെ സർജറിയൊക്കെ കഴിഞ്ഞു, ഇനി റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളതാണ് ടെൻഷൻ. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സർജറി സമയത്ത് ഞാൻ ആ സർജറി ഓപ്പറേഷൻ തിയേറ്ററിൽ എന്നെ നോക്കാനായിട്ട് എല്ലാം കൂടി ഒരു 10-12 പേരുണ്ട്. അപ്പം ഞാൻ തന്നെ വിചാരിച്ചു, എൻ്റെ ദൈവം എന്തിനാ ഈ ഒരു ചെറിയൊരു മുഴ എടുക്കുക, ഇത്രയും പേര്. പക്ഷെ അവർ പരസ്പരം എന്തൊക്കെയോ മെഡിക്കൽ ടേംസിൽ പറയുന്നുണ്ടായിരുന്നു, ഇതെന്തോ ഡേഞ്ചർ ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്, ഞാനൊന്നും പറയുന്നില്ല. ഞാൻ ദൈവത്തെ ഇങ്ങനെ മുറുക്കി പിടിച്ചു. എൻ്റെ ദൈവമേ, റിസൾട്ട് വരുമ്പോൾ ഒരു കുഴപ്പവും വരുത്താതെ കാത്തോണേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് സർജറി കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കൃപാസനത്തിൽ വന്ന് ഫാദറിനെ കണ്ടു. ഫാദർ തന്നെ എൻ്റെ കഴുത്തിൽ ഉടമ്പടി തൈലം ഇങ്ങനെ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഇന്നലെ റിസൾട്ട് വന്നു. എനിക്കൊരു കുഴപ്പമില്ല, നെഗറ്റീവാണ്. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സമയത്ത്, അതായത് ഒക്ടോബർ മാസത്തിൽ, അതായത് ജപമാല റാലി നടക്കുന്ന സമയത്ത് ഞാനൊരു സ്വപ്നം കണ്ടു. പക്ഷേ ഈ മുഴയും ആ സമയത്താണ് ഉണ്ടായത്. പക്ഷേ ഈ മുഴ കണ്ടതിന് മുന്നേ ആണോ അതിന് ശേഷമാണോ സ്വപ്നം കണ്ടതെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. സ്വപ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത്, അതായത് ഗേറ്റിൻ്റെ പുറത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു രാത്രി സമയം, ഒരു 9-10 മണി. അപ്പം ആ സമയത്ത് ഞാൻ എൻ്റെ വലത്തേ കയ്യിൽ അമ്മയുടെ ലോക്കറ്റ് ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിരിക്കും. ആർക്കും കണ്ടുകൂടാ, എൻ്റെ ഹസ്ബൻഡും അത് കണ്ടിട്ടില്ല. അപ്പം ഞങ്ങളിങ്ങനെ എന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുകയെ ആകെ ഒരു സ്ട്രീറ്റ് ലൈറ്റ് മാത്രം ഉണ്ട്. അപ്പം 1-2 വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പം പെട്ടെന്നൊരു വണ്ടി, അതായത് ഇടത് നിന്ന് വലത്തേ സൈഡിലോട്ടൊരു വണ്ടി പോവുക. അതിലൊരു അച്ഛനും മോനെന്ന് പറയുന്നത് ഒരു 5 വയസ്സുള്ളൊരു കൊച്ചു പയ്യൻ, ഒരു ആൺകുട്ടി, ഒരു കറുത്ത ഭംഗിയുള്ളൊരു ആൺകുട്ടി. പെട്ടെന്ന് അവൻ ഇങ്ങനെ ക്രോസ് ചെയ്ത് ഞങ്ങളെ നോക്കിക്കൊണ്ട് പോവുക. പെട്ടെന്ന് അവൻ്റെ അച്ഛനെ ഇങ്ങനെ അടിച്ചിട്ട് എന്തോ വണ്ടി നിർത്താൻ അങ്ങോട്ട് ആവശ്യപ്പെടുന്നു. അയാൾ വണ്ടി നിർത്തി. ഈ 5 വയസ്സുള്ള ഈ പയ്യൻ പെട്ടെന്ന് ആ ബൈക്കിൽ നിന്ന് ചാടി ഇറങ്ങി റോഡ് മുറിച്ച് ഞങ്ങളുടെ അടുത്തോട്ട് വന്നു. അപ്പം ഞാൻ പെട്ടെന്ന് അയ്യോ എന്ന് വിളിച്ചു. കാരണം മറ്റു വണ്ടി വരുന്നൊന്നും പോലും നോക്കാതെ ആ പയ്യൻ എൻ്റെ അടുത്തോട്ട് വരിക. അപ്പം ഞാൻ
അപ്പോൾ ആ പയ്യൻ എൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് എന്നെയും എൻ്റെ ഹസ്ബൻഡിനെയും മാറി മാറി നോക്കുന്നുണ്ട്. പിന്നെ എന്നിലോട്ടായി അവൻ്റെ നോട്ടം. പിന്നെ അവൻ നോക്കുന്നത്, അതായത് ഞാനും എൻ്റെ ഹസ്ബൻഡും ഇങ്ങനെ നിൽക്കുവാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പിറകിലായിരുന്നു അവൻ്റെ നോട്ടം. പിന്നെ അവൻ എന്നെ നോക്കിയിട്ടില്ല. അവൻ പിറകിൽ നോക്കിയിട്ട് പെട്ടെന്ന് അവൻ കരയുക, അതായത് ഭയങ്കര അതിശയത്തോടു കൂടി. അവൻ എന്തോ അവിടെ കണ്ടു, എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ തിരിഞ്ഞു നോക്കിയിട്ട് എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല, ഫുൾ ഇരുട്ട്. അവന് സന്തോഷമുണ്ട്, പക്ഷെ അവൻ ഭയങ്കരമായിട്ട് വേർത്ത് കുളിച്ചു. അപ്പം പെട്ടെന്ന് ആ പയ്യൻ അതായത് അമ്മയുടെ ലോക്കറ്റ് ഇരിക്കുന്ന ഈ കയ്യിലാണ്, അത് ആർക്കും അറിയത്തില്ല. ആ കയ്യിൽ പിടിച്ചിട്ട് അവൻ്റെ നെറ്റിയോട് ചേർത്ത് പിടിച്ചിട്ട് അക്ക ഉങ്ക കൂട്ടത്തി അമ്മ ഇറുക്കെന്ന് അവൻ 2-3 പ്രാവശ്യം ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുക. അപ്പം ഞാനും അങ്ങ് പേടിച്ചു പോയി, എൻ്റെ ഹസ്ബൻഡും പേടിച്ചു പോയി. അപ്പം ഞാൻ ആ പയ്യൻ്റെ കൈ പിടിച്ച് മാറ്റിയിട്ട് എന്നെ വിട് എന്ന് പറയുക. പക്ഷേ 5 വയസ്സുള്ളെങ്കിൽ പോലും അവൻ്റെ കൈ പിടിച്ച് മാറ്റാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. അവൻ വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ പെട്ടെന്ന് ഞാൻ ആ സ്വപ്നത്തിൽ നിന്ന് അങ്ങ് ഉണർന്നു. പക്ഷെ എനിക്കറിയത്തില്ല അത് എന്തുകൊണ്ടാണ് ആ സ്വപ്നം കണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഒരു പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ കൂടി കടന്നു പോവേണ്ടി വരും എന്നുള്ളത് എനിക്ക് മുൻകൂട്ടി കാണിച്ചു തന്നതായിരിക്കും ദൈവം. പിന്നെന്താ പറയുക, പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ അമ്മയും അച്ഛനും RCC പോകാറുണ്ട്. ഫുഡ് ഞങ്ങൾക്ക് കഴിയുന്ന, അന്നദാനം എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു 5-6 പൊതി ഞങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ അവിടെ കൊടുക്കാറുണ്ട്. കൃപാസന പത്രം കൊടുക്കാറുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയ അനുഭവങ്ങൾ പറഞ്ഞു തന്നെ കൊടുക്കാറുണ്ട്. പിന്നെ ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്ത് ഒരു ഓർഫണേജ് ഉണ്ട്, അതായത് ഒരു 26 അമ്മുമ്മമാരുള്ള ഒരു ഓർഫണേജ് ഉണ്ട്. അവിടെ എപ്പോഴും പോവും, അവരോട് സംസാരിക്കും, അവരോട് സമയം ചെലവഴിക്കും, അങ്ങനെ പല കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഉടമ്പടി എടുക്കുന്ന മുമ്പും ഉള്ള എൻ്റെ സ്വഭാവത്തിലെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എടുക്കുന്നതിന് മുൻപ് എനിക്കിപ്പോൾ ഒരു പാവപ്പെട്ട ഒരു വ്യക്തിനെ കണ്ടു കഴിഞ്ഞാൽ എനിക്കങ്ങനെ എന്താ പറയുക, പാപം എന്ന് തോന്നും. പക്ഷേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനോ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനോ എന്നൊന്നും എനിക്ക് തോന്നത്തില്ല, കാരണം അവരെൻ്റെ ആരും അല്ലല്ലോ എന്നുള്ളൊരു തോന്നൽ. പക്ഷേ ഉടമ്പടി ജീവിതത്തിൽ വന്നതിന് ശേഷം എനിക്കറിയത്തില്ല, അവരുടെ ദുഃഖം എൻ്റെയും ദുഃഖമായിട്ട് ഞാനത് കണക്കാക്കാറുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുമുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ അനുഭവം. ഞാൻ എൻ്റെ ഈ മോളെ പഠിപ്പിച്ച് ഡോക്ടറാക്കണമെന്ന് ഭയങ്കര ആഗ്രഹിച്ചതാണ്. എന്താ വെച്ചാൽ ഒരു ഹിന്ദുവാണ്. അപ്പോൾ ഒരു ആഗ്രഹിച്ചു. അപ്പോൾ ഒത്തിരി കടത്തിൽ പെട്ടുപോയി. എന്തെന്ന് വെച്ചാൽ എനിക്കറിയില്ല, യേശുവിനെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും. ചേട്ടന് ജോലിയുണ്ട്, ഹസ്ബൻഡ് ജോലിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ എന്തോ യേശുവിനെ അറിയാൻ വേണ്ടി തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പം പറ്റിയിട്ടില്ല. എഞ്ചിനീയറാണ് മോള്. പക്ഷേ എനിക്ക് നമ്മൾ എന്താഗ്രഹിക്കണം അതെന്ത് യേശു തന്നിരിക്കും, ഉറപ്പായിട്ടും തന്നിരിക്കും. മോൻ ഡോക്ടറാണ്, അത് മതിയല്ലോ. ഇപ്പോൾ മോളായില്ലെങ്കിലും മോനായി. അതുകൊണ്ട് എല്ലാവരും വിശ്വസിക്കാനാണ് ഞാൻ പറയണത്. എല്ലാവരും തീർത്ത് വിശ്വസിക്കണം. ഇപ്പം തന്നെ മോൾക്ക് ഈ അസുഖം വന്ന് ഞാൻ എന്നും പ്രാർത്ഥിക്കണത്, ഞാൻ ഭയങ്കരമായിട്ട് ദൈവത്തിൽ വിശ്വാസവും ബൈബിൾ വായിക്കും അങ്ങനെയൊക്കെയാണ്. പക്ഷേ മോളും ചേട്ടനും അത്രയ്ക്കില്ല. അപ്പം ഞാൻ എന്നും പ്രാർത്ഥിക്കും, എൻ്റെ ചേട്ടനും മോളും എന്നെ പോലെ ഭയങ്കരമായിട്ട് വിശ്വസിക്കണേ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും. അതുകൊണ്ടാണ് എന്തോ ദൈവം ഇങ്ങനെ ഒരു ഇത് കൊടുത്തത്. ഇപ്പം ബൈബിള് കയ്യിൽ നിന്ന് തറയെ വയ്ക്കൂല, ഭയങ്കരമായിട്ട് വായിക്കണുണ്ട്. എനിക്കത് സന്തോഷം. എങ്കിലും ഒരു അമ്മയല്ലേ ഞാൻ, എനിക്ക് എന്തോ ഇതൊക്കെ മയോസി എന്ന് പറയണ വാക്കേ പേടിയാണ്. പക്ഷെ എനിക്കെവിടെ അറിയാം, എങ്കിൽ മാത അങ്ങനെ ഉറപ്പായിട്ടും ഒരു മരുവില്ലെന്ന് എനിക്കറിയാം. മോള് കൂടെ കരയും, വിഷമിക്കും, അങ്ങനെയായിരുന്നു. പിന്നെ ജോസഫ് അച്ഛനെ ഒന്ന് കണ്ടായിരുന്നു. അച്ഛൻ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ രക്ഷയാണ്. അതുകൊണ്ട് എനിക്ക് പൂർണ്ണമായിട്ട് അറിയാമായിരുന്നു, ഒന്നും വരില്ല എന്ന്. നല്ലപോലെ ആയിരുന്നു. എല്ലാവരും വിശ്വസിക്കണം, അത്ര തന്നെ. എല്ലാവർക്കും എനിക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ആ ദൈവം നിങ്ങൾക്ക് ഉറപ്പായിട്ടും തന്നിരിക്കും. 121 സങ്കീർത്തനത്തിൽ നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല, ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. പഞ്ചമിയും അമ്മയും ഉടമ്പടിയെടുത്ത മക്കൾ തന്നെയാണ്. തൻ്റെ ജീവിതത്തിൽ ദൈവം ചൊരിഞ്ഞ കൃപകൾ, പ്രത്യേകിച്ചും തൻ്റെ രോഗാവസ്ഥയിൽ തനിക്ക് എങ്ങനെയാണ് അമ്മ കൂടെയുണ്ട് എന്നുള്ളതൊരു സ്വപ്നത്തിലൂടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം തനിക്ക് വ്യക്തമാക്കി തരുന്നത്. അങ്ങനെ തൻ്റെ ബയോപ്സി റിസൾട്ടൊക്കെ ഏറ്റവും നല്ല രീതിയിൽ, ഒരാശ്വാസമാകുന്ന രീതിയിൽ, ഒരു ദൂതായിട്ട് തന്നെ തനിക്ക് ലഭിക്കുകയാണ്. ഇന്ന് സന്തോഷത്തോടെ തൻ്റെ ജീവിതം നയിക്കുന്നു. തനിക്ക് വന്ന മാറ്റങ്ങൾ ഇന്ന് മറ്റുള്ളവരെ കൂടി കരുതുന്ന ഒരു വ്യക്തിയാകുവാൻ ദൈവം തന്നെ അനുവദിച്ചു എന്നാണ് പഞ്ചമി പറയുക. ഇതിനു മുൻപ് തൻ്റെ ആരുമല്ലല്ലോ എന്നുള്ള ഒരു ചിന്തയാണ് സഹായത്തിന് അർഹരായവരെ കാണുമ്പോൾ. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല, എൻ്റെ തന്നെ
ആളുകൾ ഞാൻ നഗ്നനായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, ഈശോ പറയുന്ന ഈ വാക്കുകൾ ഇന്ന് ഉടമ്പടി എടുത്ത ഓരോ മക്കളും തങ്ങളുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുകയാണ്. പാവപ്പെട്ടവരിലും രോഗികളിലും തങ്ങൾക്ക് സഹായം അർഹിക്കുന്ന ഓരോരുത്തരിലും ഇന്ന് തങ്ങൾ ഓരോരുത്തരും കാണുന്നത് ക്രിസ്തുവിൻ്റെ മുഖമാണ്, ക്രിസ്തുവിനെയാണ് തങ്ങൾ ശുശ്രൂഷിക്കുക. അതുകൊണ്ട് തന്നെയാണ് കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനവും വഴി ഇന്ന് ഈ ശുശ്രൂഷ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ ഓരോ മക്കളും പ്രയത്നിക്കുന്നത്. അവർക്കതിനുള്ള തീഷ്ണത ലഭിക്കുന്നത് ഈ ഒരു ക്രിസ്തു അനുഭവത്തിൽ നിന്നാണ്. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ ആരാധിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എൻ്റെ പേര് പ്രിയ ജോജു, തൃശ്ശൂർ ജില്ലയിലെ ഒളരിക്കര ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനിവിടെ ഉടമ്പടി എടുത്തത് 8/2/2022 ഞങ്ങളിവിടെ ഉടമ്പടി എടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി വന്നതല്ല, മാതാവിനൊന്ന് കണ്ടുപോകണം എന്നൊരു ലെവലിൽ വന്നതാണ്. അപ്പോൾ ഇവിടെ കൊറോണയുടെ സമയമായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കന്ന് വരാനുള്ള സാഹചര്യം ഒരു കേസിൻ്റെ കാര്യത്തിന് ഹസ്ബൻഡിനെ ഇവിടെ ചേർത്തലയിലേക്ക് വരണമായിരുന്നു. ആ സമയത്ത് ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ മാതാവിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഒന്ന് വരണം കാണണം എന്ന് ആഗ്രഹിച്ചപ്പോൾ ഞാൻ ആളോട് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു ഇന്നൊന്നും പോകാൻ പറ്റില്ല, നമുക്ക് പിന്നെ ഒരു ദിവസം പോവാം എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് ആ കേസ് അന്ന് നടക്കില്ല എന്ന് ഇവിടെ ഓഫീസിൽ നിന്ന് വിളിക്കണ്ടേ, വക്കീലിൻ്റെ ഓഫീസിൽ നിന്ന് വിളിക്കണ്ടേ. അപ്പോൾ എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു മാതാവ് ഒരുക്കിയതാണെന്ന് തോന്നുന്നുണ്ട് നമ്മളെ കൊണ്ടുപോകാനായിട്ടെന്ന് പറഞ്ഞിട്ട്. ഹസ്ബൻഡ് പറഞ്ഞു ഏതായാലും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോവാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ 4 പേരും കൂടി, ഞാനും ഹസ്ബൻഡും 2 മക്കളും കൂടി ഇവിടെ വന്നു. ഞങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ തൃശ്ശൂരിൽ നിന്ന് തുടങ്ങി ഈ കലവൂര് ഇറങ്ങണ വരെ എൻ്റെ ഈ മോള്, അന്ന് അവൾക്ക് 10 വയസ്സുള്ളൂ, അവൾ ഛർദി വന്നു. 2 കവർ നിറച്ച് കൂട്ടി ഛർദ്ദിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ ഒന്നും അറിയില്ല, ഞങ്ങൾ നേരെ ഇങ്ങോട്ട് കയറി. അപ്പോൾ 10 മിനിറ്റ് 2 മിനിറ്റ് ഇവിടെ ഇരുന്ന് മാതാവിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ഇവിടുത്തെ നേർച്ച ഉടമ്പടിയാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഉടമ്പടി എടുക്കാൻ കയറി. അപ്പോൾ മക്കൾക്കാണെങ്കിൽ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഉടമ്പടിയൊക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഒരു സമയമായി, 2 മണിയുടെ അടുത്തായിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചപ്പോൾ ഞങ്ങൾ ഇവളോട് പറയുന്നുണ്ട് മോളെ അധികം കഴിക്കേണ്ട, കാരണം മോളിങ്ങി ഛർദ്ദിക്കാനുള്ളതാണ്. അപ്പോൾ ഒന്നും കഴിക്കാണ്ട് തന്നെ 2 കിറ്റോളം കുട്ടി ഛർദ്ദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പോകുമ്പോൾ അത് ബുദ്ധിമുട്ട് വേണ്ടാന്ന് വെച്ചിട്ട് ഇവളോട് പറഞ്ഞിട്ട് ഇവൾ ആ വിശപ്പിൻ്റെ ഇതിൽ നന്നായി ഭക്ഷണം കഴിച്ചു. വണ്ടിയിൽ കയറി സീറ്റൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. പക്ഷേ ഈ കുട്ടി ഒരു തുണ്ട് പോലും ഛർദ്ദിച്ചില്ല. ഇതുവരെ പിന്നെ ആ ഛർദി അവൾക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ അവൾ മാതാവിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതാവേ എന്നെ സുരക്ഷിതമായിട്ട് വീട്ടിലെത്തിക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മാതാവ് ആദ്യത്തെ അത്ഭുതം ഞങ്ങൾക്ക് കാണിച്ചു തന്നു. പിന്നെ എൻ്റെ വീട് ഞങ്ങളൊരു ബന്ധുവിന് വേണ്ടിയിട്ട് കടം കൊടുത്തിട്ടുണ്ടായിരുന്നു. 25 ലക്ഷം രൂപയ്ക്കാണ് അന്ന് അത് ആധാരം ബാങ്കിൽ പണയം വെച്ചതും. അവർക്കത് അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ അത് 25 എന്നുള്ളത് 50 ലക്ഷമായി. 50 ലക്ഷമായിട്ടും ഞങ്ങളെ വീട്ടിൽ ഞങ്ങൾ 2 പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ, പിന്നെ അപ്പച്ചനമ്മീന്നുള്ളത്. അവർക്ക് അടയ്ക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയായി. മാതാവിനോട് മുട്ടിപ്പായിട്ട് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചു. ജപ്തിയുടെ അടുത്ത് വരെ എത്തി തുടങ്ങി. അപ്പം മാതാവിനോട് അതുപോലെ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം എന്നും പ്രത്യക്ഷൻ്റെ പ്രാർത്ഥനയിൽ ചൊല്ലി പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ സ്ഥലം ജപ്തിയാണല്ലോ. അപ്പോൾ ആൾക്കാരൊക്കെ അത് ഒരുപാട് വിലയ്ക്ക് ചോദിച്ച സ്ഥലമാണ്. ഹൈവേയിൽ കിടക്കുന്ന ഒരു 8.25 സെൻറ്റ് സ്ഥലമാണ്. ഒരു 6 ലക്ഷം 7 ലക്ഷം അതിൽ മേലെ ഒരാൾ ചോദിക്കില്ല. എല്ലാവരും പറയും നിങ്ങൾക്ക് അത്രേ കിട്ടുള്ളൂ, അതിൽ മേലൊന്നും നിങ്ങൾക്ക് പൈസ കിട്ടില്ല എന്ന് പറഞ്ഞു. ആ ഒരു സെൻറ്റിന് 10,20,000 രൂപ വെച്ചിട്ട് മാതാവ് ഞങ്ങൾക്കത് വിറ്റ് തന്നു. ആ സ്ഥലത്ത് ഞങ്ങൾ ഉപ്പിട്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. പിന്നെ മാതാവിൻ്റെ കാശ് രൂപ ഞങ്ങൾ കുഴിച്ചിട്ടുണ്ടായിരുന്നു ആ സ്ഥലത്ത്. അപ്പോൾ അത് മുടക്കാനായിട്ട് ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ട്. കാരണം എല്ലാവർക്കും ആ സ്ഥലത്തിന് നല്ല നോട്ടമുള്ള സ്ഥലമാണ്. പക്ഷെ ആർക്കും അത് അത്ര വില കൊടുത്തെടുക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും മാതാവ് ആ സമയത്ത് ഞങ്ങൾക്ക് ആ ജപ്തി അടുത്തെത്തിയ സമയത്ത് ഞങ്ങൾക്കൊരു ആത്മധൈര്യം ഉണ്ടല്ലോ. ജപ്തിന്ന് മാനേജർ വരെ വിളിച്ച് നമ്മളെ പറഞ്ഞിട്ടും അതിലൊന്നും പതറാണ്ട് നമുക്ക് ഇത്ര പൈസ കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ അന്ന് നിന്ന് നമ്മൾ ആ കച്ചവടം നടന്നു പോയത് ദൈവത്തിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അതുപോലെ തന്നെ പിന്നെ ഞങ്ങൾക്ക് അമ്മയ്ക്ക് ഒരു സ്ഥലം വാങ്ങിച്ചു കൊടുക്കണം. 8.25 സെൻറ്റ് സ്ഥലമാണ് ഞങ്ങൾ വിറ്റതെന്നുണ്ടെങ്കിലും ഞങ്ങൾ 12.5 സെൻറ്റ് സ്ഥലം അമ്മയ്ക്ക് വേണ്ടി, ഞങ്ങളെ വീടിനേക്കാളും കുറച്ചും കൂടി വലിയ വീട് 12.5 സെൻറ്റ് സ്ഥലം ഞങ്ങൾ എടുത്തു കൊടുത്തു അമ്മയ്ക്ക്. അത് 5 സ്ഥലം വന്ന് കാണാൻ പോയിട്ടുണ്ടെങ്കിലും ഈ സ്ഥലത്ത് ഈ വീടിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ അവിടെ മാതാവ് ഇരിക്കുന്നുണ്ടായിരുന്നു. കൃപാസന മാതാവിൻ്റെ ഒരു ചെറിയ ഫോട്ടോ ഉണ്ടായിരുന്നു ആ വീട്ടിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് ഞങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ള വീടെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ഒരുപാട് തടസ്സങ്ങൾ അത് വാങ്ങാനുണ്ടായാലും
അത് മാതാവായിട്ട് ഞങ്ങൾക്കത് വാങ്ങിച്ചു തന്നു ആ സ്ഥലം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ പറഞ്ഞില്ലേ ഉടമ്പടി ഞങ്ങൾക്ക് എടുക്കാനല്ല ഞങ്ങൾ വന്നതെന്നുണ്ടെങ്കിലും എനിക്ക് ആ സമയത്ത് തണ്ടൽ വേദനയോടുകൂടി ഞാൻ ഇങ്ങോട്ട് വന്നത്. തണ്ടൽ വേദന വന്നെങ്കിലും ഞാൻ ഉടമ്പടിയിൽ അതൊന്നും വെച്ചില്ലേ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. പിന്നെ ആകെ പ്രധാനമായി വെച്ചത് ഈ സ്ഥലത്തിൻ്റെ കാര്യമാണ് ഞാൻ വെച്ചതെന്ന്. ഈ തണ്ടൽ വേദനയെങ്കിലും സിസ്റ്റർ എന്നോട് പറഞ്ഞു, മാതാവ് നിങ്ങളെ കൂടെ ഒരു ഉടമ്പടി എടുക്കുമ്പോൾ ഞാനത് സത്യം പറഞ്ഞാൽ വിശ്വസിച്ചു. മാതാവിനറിയാലോ തണ്ടൽ വേദന ഉണ്ടെന്നുള്ള കാര്യം. അപ്പോൾ എനിക്ക് കുറച്ച് സൈഡ് പള്ളിയിൽ പോകാനൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് തണ്ടൽ വേദന ഉള്ള കാരണം. അപ്പോൾ കുറച്ച് മടിക്കായി തുടങ്ങിയിട്ടുണ്ട് പള്ളിയിൽ പോകാൻ, രാവിലെ കുളിക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എന്നാലും ഉടമ്പടി എടുത്തതിൻ്റെ ഇതിൽ എന്താ പറയുക, നന്നായി എനിക്ക് ആദ്യത്തെ പോലെ തന്നെ ഞാൻ ഉഷാറായി. രാവിലെ തന്നെ കുളിക്കാനും പള്ളിയിൽ പോകാനൊക്കെ എനിക്ക് പറ്റി തുടങ്ങി. ഞാനിപ്പോൾ മാതാവിനോട് എൻ്റെ എല്ലാം മാതാവ് കൂടെയുള്ള കാരണം എൻ്റെ എല്ലാ അസുഖം മാറി തന്നു. ഫെബ്രുവരി 24 എനിക്ക് ഭയങ്കരമായിട്ടൊരു തണ്ടൽ വേന വന്നു. എൻ്റെ മോനാണെങ്കിൽ കുറച്ച് വിശ്വാസക്കുറവാണ്. അപ്പോൾ അവൻ പറഞ്ഞു, അമ്മ ഒരു മുട്ടുമ്പോൾ ഒരു കൊന്ത് ചൊല്ലിയാൽ മതി, അമ്മയുടെ വേദന മാറുമെന്ന് പറഞ്ഞു. ഞാൻ ആ വേദന സഹിച്ചിട്ട് തന്നെ ഒരു മുട്ടുമ്പോൾ നിന്നൊരു കൊന്ത മുഴുവൻ ചൊല്ലി. എന്നാലും എൻ്റെ വേദന കൂടെ ഉണ്ടായത്, കുറഞ്ഞില്ല. എനിക്ക് എൻ്റെ കാല് രണ്ടും ചലിക്കാൻ പറ്റാത്ത അവസ്ഥയായി. എടുക്കാൻ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല, നിൽക്കാൻ പറ്റില്ല. ഈ ഫാൻ വരെ കറങ്ങുമ്പോൾ അതിൻ്റെ കാറ്റ് പോലും എനിക്ക് കൊള്ളണത് അതുപോലെ വേദനയാണ്. അപ്പം ഞാൻ വിചാരിക്കും, കർത്താവ് സഹിച്ചിട്ടുണ്ടാവില്ലല്ലോ ദൈവം ഇതേപോലെ വേദന. കുരിശിൽ തറച്ച് അതിനേക്കാളുപരി വേദന ഞാൻ സഹിക്കണ്ടല്ലോ. 4 പെയിൻ കില്ലർ 5 പെയിൻ കില്ലറൊക്കെ ഒരു നേരം കഴിക്കും ഞാൻ. എന്നിട്ട് പോലും വേദനയ്ക്ക് ഒരു തരി കുറവുണ്ടാവില്ല. ഒരു നൈറ്റ് പോലും നമ്മുടെ മേല് കിടക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റാത്ത പോലത്തെ വേദന. ഡോക്ടർമാരെ മാറി മാറി കാണിച്ചിട്ട് എന്താണെന്നൊന്നും ഒരു പിടുത്തം കിട്ടില്ല. അവസാനം MRI ചെയ്തപ്പോൾ ഞരമ്പുകൾ മുഴുവൻ താന്നു പോയിരിക്കുന്ന ഒരവസ്ഥയിൽ. പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ കാല് പൂർണ്ണമായി തളരും, പിന്നീട് തിരിച്ചു വരാൻ പറ്റില്ല എന്ന്. പക്ഷേ അങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ഹോസ്പിറ്റലെന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൽ ഞങ്ങളെ വീട് പണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പാപ്പിലായിരിക്കുന്ന സമയം 3 ലക്ഷം രൂപയാണ് അന്ന് സർജറിക്ക് മാത്രം പറഞ്ഞത്. അത് ആ സമയത്ത് ഞങ്ങളെ കൊണ്ട് താങ്ങില്ല. മെഡിക്കൽ കോളേജിലത്തെ അവസ്ഥ അറിയാലോ, നമുക്ക് ഹാൻഡ് ഉണ്ടായാലും കാര്യമൊന്നുമില്ല. അവിടെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആയെങ്കിലും 10 ദിവസം കഴിഞ്ഞപ്പോൾ എന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് വിട്ട് നിങ്ങളെ വിളിക്കാം എന്ന് പറഞ്ഞു. ഇതേപോലെ കിടക്കണ പോലെ തന്നെ നിങ്ങൾ വീട്ടിൽ പോയി കിടന്നാൽ മതി എന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് എനിക്ക് കിടക്കാനിരിക്കാനും പറ്റില്ല, അതുപോലെ വേദന. മാതാവിൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞോണം. ഞാൻ വന്നു, അതിൻ്റെ പിറ്റേ ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കണം, നിങ്ങൾ നാളെ വന്ന് അഡ്മിറ്റ് ആവട്ടാന്ന് പറഞ്ഞു. അഡ്മിറ്റായി 10 ദിവസത്തിനുള്ളിൽ എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞു. എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ 2 മാസം 3 മാസമൊക്കെ സ്ഥിരമായിട്ട് ഹോസ്പിറ്റലിൽ കിടന്നവരുടെ ഒപ്പാണ് ഈ 10 ദിവസം കിടന്ന് എന്നെ ഓപ്പറേഷൻ ചെയ്തത്. അപ്പോൾ എനിക്കൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു, മാതാവേ ഞാൻ വയ്യാണ്ട് കിടക്കണം, എൻ്റെ മക്കൾ സ്കൂളിൽ പോകാൻ നോക്കാൻ ആരുമില്ല. അപ്പോൾ ഇവർ സ്കൂളിൽ നിന്ന് ആദ്യമായിട്ട് ജൂണിൽ സ്കൂളിൽ ആദ്യമായിട്ട് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും എന്നെ നീ വീട്ടിലെത്തിക്കണേന്നൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു എനിക്ക്. അതുപോലെ തന്നെ മാതാവ് എന്നെ അന്ന് മെയ് 30 രാത്രി വരെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഓപ്പറേഷൻ ചെയ്യുന്നുള്ള കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അന്നൊരു 8:30 രാത്രി 8:30 പറയുക, നാളെ നമുക്ക് പറ്റിയെങ്കിൽ സർജറി ചെയ്യാട്ടാന്ന് പറഞ്ഞിട്ട് 31-ാം തീയതി എൻ്റെ സർജറി ചെയ്തു. 2-ാം തീയതി എന്നെ വീട്ടിലേക്ക് വിട്ടു. ആ സമയത്ത് കൊറോണ കുറച്ച് കൂടിയ സമയമായിരുന്നു. പക്ഷെ 2-ാം തീയതി എന്നെ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞയച്ചു, ഇനി വീട്ടിൽ പോയി അതേപോലെ റെസ്റ്റ് എടുത്താൽ മതി, വീട്ടിൽ റെസ്റ്റ് എടുത്തിട്ട് 7 ദിവസം നിങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയിട്ട് സ്റ്റിച്ച് വെട്ടിയാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇത്രയും വലിയ സർജറി കഴിഞ്ഞ എന്നെ ആ സമയത്തെന്ന് പറഞ്ഞാൽ ആ വാർഡിലുള്ളവർക്കൊക്കെ ഭയങ്കര അത്ഭുതമായിരുന്നു. ഏത് സമയത്തും ഞാൻ ഈ കൊന്തുണ്ടാവും എൻ്റെ കയ്യിൽ, കൊന്ത ചൊല്ലും, പ്രത്യക്ഷീകരണ പ്രാർത്ഥന 5:30 ആകുമ്പോഴത്തേനും. എത്ര രാത്രി ഒന്നും ചില സമയത്ത് ഉറങ്ങാൻ പറ്റില്ല വാർഡിൽ, എന്നാലും ഉറക്കില്ലാത്ത സമയമാണ്, ഏത് സമയവും പ്രാർത്ഥനയാണ്. അപ്പോൾ ആ വാർഡിലുള്ളവർക്ക് തന്നെ ഞാനൊരു അത്ഭുതമാണ്. അപ്പോൾ എന്നോട് ചോദിക്കും, മോൾക്ക് മാത്രം ഇങ്ങനെ പെട്ടെന്ന് കാര്യങ്ങൾ നടന്നിട്ട് ചോദിക്കും. ഞാൻ പറയും, കൃപാസന മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം. അപ്പോൾ ഈ വേദന വന്നു, ഈ ബുദ്ധിമുട്ട് വന്നു, 2ാമത് പുതുക്കി കഴിഞ്ഞു. കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴായിരുന്നു എൻ്റെ ഓപ്പറേഷൻ നടന്നത്. ഹസ്ബൻഡ് വന്നു, പ്രിയ ജോജു എന്ന് വെച്ച കാരണം ഹസ്ബൻഡിനായാലും ഇവിടെ വന്ന് പുതുക്കാൻ പറ്റി ഉടമ്പടി. ആൾ പുതുക്കി കറക്റ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ ഓപ്പറേഷൻ നടന്നു. അത് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു എല്ലാവർക്കും. എല്ലാവരും സർജറി കഴിഞ്ഞിട്ട് നേരെ ICUലേക്ക് കൊണ്ടുകിടത്തണേ, എന്നെ മാത്രം വാർഡിലേക്ക് കൊണ്ടുകിടത്തി. വാർഡിലേക്ക് കൊണ്ടുകിടത്താൻ മാത്രമല്ല, പിറ്റേ ദിവസം എന്നെ വീട്ടിലേക്ക് വിട്ടു. കറക്റ്റ് 2ാമത്തെ ദിവസം ആകുമ്പോഴത്തേനും എന്നെ വീട്ടിലേക്ക് വിട്ടു എന്നുള്ളതാണ്. അതും ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം. എത്രയും എന്തോരം പറഞ്ഞാലും നന്ദി തീരില്ല. അതുപോലെ അനുഗ്രഹങ്ങൾ
കോരി ചൊരിയുന്നുണ്ട് എനിക്ക് ഇവിടുന്ന്. നമ്മൾ കർത്താവിനെയും മാതാവിനും വിളിച്ച് ഒരിക്കലും നമ്മളവരെ കൈവിടില്ല, അക്കാര്യം ഉറപ്പാണ്. കുറച്ച് സാധനങ്ങളൊക്കെ തരും, അക്കാര്യം ഉറപ്പാണ്. പക്ഷെ എന്നാലുണ്ടല്ലോ നമ്മൾ ഒരിക്കലും നമുക്ക് താങ്ങാൻ പറ്റാവുന്ന പ്രലോഭനെ നമ്മുടെ കർത്താവ് നമുക്ക് തരും, അക്കാര്യം ഉറപ്പാണ്. അതിനേക്കാൾ വലിയ പ്രലോഭനം നിങ്ങൾ കർത്താവ് ഏറ്റെടുക്കും. പിന്നെ എൻ്റെ മോൾക്ക് തലയിൽ, അവൾക്ക് 3 വയസ്സ് മുതൽ ഇങ്ങനെ ഒരു ബാക്കിൽ, അതായത് LKG നമ്മൾ വിടുമ്പോൾ ഇങ്ങനെ മുടി ചീകി കാണിക്കുമ്പോൾ ബാക്കിലൊരു ചുമന്ന കളറുണ്ടായിരുന്നു തലയിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു സോറിയാസിസ് ആവുമെന്നൊരു പേടിയുണ്ടായിരുന്നു നമുക്ക്. അതിങ്ങനെ പൊറ്റ പോലെ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ തൈലം തൊട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഡോക്ടറെ കാണാൻ നമുക്ക് പറ്റിയിട്ടില്ല, കാരണം നമ്മൾ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. നാളെ ആവട്ടെ എന്ന് വെച്ചാൽ 10 വയസ്സ് വരെയൊക്കെ ഞങ്ങൾ കൊണ്ടു തന്നു. ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ആ ചുമപ്പ് അവളെ തലയിൽ നിന്ന് മാറിപ്പോയി. പക്ഷെ ഇപ്പം കുറേ സ്ഥലത്തൊക്കെ താരനുണ്ടെങ്കിലും ആ ചുമന്ന നിറം അവളുടെ ആ ബാക്ക് വശത്തില്ല. പിന്നെയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2023 എനിക്ക് ഡെങ്കിപ്പനി വന്നിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു പോയി 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഡെങ്കിപ്പനി വന്നു. ആ ഡെങ്കിപ്പനിന് എനിക്ക് എല്ലാ ദിവസവും കൗണ്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ 10,000 വെച്ചിട്ട് കൗണ്ട് കുറയുണ്ടായിരുന്നു ഇങ്ങനെ. പക്ഷെ എനിക്കന്ന് ക്ഷീണമോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ കഴിഞ്ഞ വർഷം 2024 ഇതേപോലെ എനിക്ക് ഡെങ്കിപ്പനി വന്നു. ഡെങ്കിപ്പനി വന്ന് എനിക്ക് ഭയങ്കര വയ്യാത്ത അവസ്ഥയിലായിരുന്നു. ഞാൻ അപ്പം തന്നെ ഡോക്ടറെ പോയി കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡെങ്കി ടെസ്റ്റ് ചെയ്തപ്പോൾ ഡെങ്കി തന്നെയാണ്. അപ്പം എന്നെ 140 കൗണ്ട് എനിക്ക്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ, അപ്പോൾ ഡോക്ടർ അറിയുന്ന ഡോക്ടറിന് കുറയണമെങ്കിൽ നമുക്ക് അഡ്മിറ്റ് ആവേണ്ടി വരും എന്ന് പറഞ്ഞു. അതുപോലെ ക്ഷീണം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ എനിക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു, നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിലും കൗണ്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ ആ കൗണ്ടിലൊരു മാറ്റം ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാനപ്പോൾ മാതാവിൻ്റെ തൈലവും തേനും ഉപ്പും അപ്പോഴും തിന്നിരുന്നു. വേറെ ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റിയിരുന്നില്ല ആ സമയത്ത്. വേറെ ഒരു ഭക്ഷണം എനിക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല, വെള്ളം പോലും എനിക്ക് കുടിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഈ തൈലവും ഉപ്പും തേനും തിന്നിട്ട് ഞാൻ പറയും, മാതാവേ എന്നെ അഡ്മിറ്റ് ആക്കരുതോ, വേറെ ആരും വീട്ടിലില്ല, പിന്നെ പ്രായമായി ഒരു അമ്മീനുള്ളത്, അപ്പം എന്നെ അഡ്മിറ്റ് ആക്കരുതോ. അതുപോലെ ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. പക്ഷെ അതൊക്കെ മാതാവ് ഇങ്ങനെ ഈശോയോട് പറഞ്ഞ് നമുക്ക് വേണ്ട സമയത്ത് വേണ്ടത് നമുക്ക് ചെയ്തു തരുന്നതാണ് നമ്മുടെ കർത്താവ്. പിന്നെ എൻ്റെ മോൻ പഠിക്കാൻ നല്ല മിടുക്കനാണ്. പക്ഷെ എന്താണെന്ന് പറഞ്ഞാൽ അവൻ ഭൂലോക കറക്കണം. 10ാം ക്ലാസ്സിൽ അവൻ ചേർന്ന സമയത്ത് ഞങ്ങളിവിടെ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുത്തത്. മോഡൽ എക്സാമിന് വരെ അവന് ആകെ 60% മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അവൻ പഠിച്ചാൽ കിട്ടുമെന്ന് എനിക്കറിയാം. പക്ഷെ പഠിക്കാൻ ഈ കുട്ടിക്ക് ഇരിക്കാനുള്ളൊരു ഇത് ദൈവം തന്നെ കൊടുക്കണമല്ലോ, മടി മാറ്റി കൊടുക്കണമല്ലോ. മാതാവിനോട് ഞാൻ പറഞ്ഞു, മാതാവേ ഇവനെ ഞാൻ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാട്ടാ, നീ എന്നെ പഠിപ്പിച്ചോ, നീ എന്നെ നോക്കിയോ, കർത്താവ് നിൻ്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസ് ആർജിക്കും എന്ന് വചനം പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ കർത്താവിനോട്, കർത്താവേ നീ തന്നെ നമ്മുടെ പുത്രനെ പഠിപ്പിക്കണം, അങ്ങനെ പറയാം, നമ്മുടെ പുത്രനെ നീ തന്നെ പഠിപ്പിക്കണം, അവർ ശ്രേയസ് ആർജിക്കണമെന്ന് ഞാൻ തമ്പുരാനോട് അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഫലമായാണെന്നാണ് എനിക്ക് അറിഞ്ഞൂടാ. ഈ മോഡൽ എക്സാം കഴിഞ്ഞിട്ട് 2-3 ആഴ്ച തികച്ച് കിട്ടിയിട്ടില്ല. അവന് ക്ലാസ് ടെസ്റ്റിനൊക്കെ 20ൽ 2 മാർക്കൊക്കെ സോഷ്യൽ സയൻസിൽ കിട്ടാറ്. സയൻസിലും മാത്സിലൊക്കെ നല്ല മാർക്ക് ഉണ്ടാവും, ഇംഗ്ലീഷിലൊക്കെ. സോഷ്യലിലൊക്കെ 2 മാർക്കൊക്കെ അവന് കിട്ടാറ്. പക്ഷെ ആ കുട്ടി ഫുൾ A+ 10ാം ക്ലാസ്സിൽ വാങ്ങിച്ചെടുത്തു എന്നുള്ളതാണ്. അതും മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹം. ആ സമയത്ത് ആ കുട്ടീനെ ഇരുത്തി പഠിപ്പിച്ചത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ കാരുണ്യപ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരാളെ കണ്ടു എനിക്ക് കിട്ടിയ നന്മകൾ ഞാൻ അവരോട് പറയും. എനിക്ക് ദൈവം കർത്താവും ചെയ്തെന്നുള്ള എല്ലാ കാര്യങ്ങളും ഒരാളെ കിട്ടിയ ഞാൻ അപ്പോൾ പറയും. പിന്നെ കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ ആ സമയത്തൊന്നും പൈസ ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്നെക്കൊണ്ട് പറ്റാവുന്ന ഒരാൾക്ക് സഹായം ചെയ്യാൻ പറ്റാവുന്ന എന്താണെങ്കിലും ചിലപ്പോൾ ഒരു വാക്കുകൊണ്ടാവും നമുക്ക് ഒരാളെ സഹായിക്കാൻ പറ്റുക. അതായാലും ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കും. നമ്മളെക്കൊണ്ട് പറ്റാവുന്ന എന്ത് സഹായമായാലും ഞാൻ ചെയ്തു കൊടുക്കും, പൈസ കൊണ്ട് സഹായിക്കും. പിന്നെ ഒരു സ്കൂളുകളിലേക്കൊക്കെ പൊതിച്ചോറ് കൊടുക്കണ ഒരു ഇതുണ്ട്. പിന്നെ അതുപോലെ ഞങ്ങളവിടെ LDFകാർ വരും പൊതിച്ചോറിന്. അപ്പോൾ അവർക്ക് 2-3 പാക്കറ്റൊക്കെ പൊതിച്ചോറ് ഞാൻ 9 മണിയാകുമ്പോഴത്തേനും കൊടുത്തു വിടാറുണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് കുട്ടികളെ ട്യൂഷൻ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്കൊരു വരുമാനമുണ്ട്. ആ വരുമാനം കിട്ടി തുടങ്ങിയ പിന്നെ ഞാൻ 2-3 കുടുംബങ്ങളെ മാറി ഇങ്ങനെ ഓരോ മാസം ഇങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നെ പറ്റാവുന്ന വിധത്തിലൊക്കെ എനിക്ക് ഇത്രയും കാര്യങ്ങളും ഇനിയും ഒരുപാട് കാര്യങ്ങൾ മാതാവും ഈശോയും ചെയ്തു തരാറുണ്ട്. അപ്പോൾ എല്ലാം ചെയ്തു തരാൻ എൻ്റെ പൊന്നു ഉണ്ണീശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഏശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 54 8-ാം തിരുവചനം അരുളി ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ
എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. ദൈവത്തിൻ്റെ ചിന്തയിൽ വരുവാനും അവിടുത്തെ കൃപയ്ക്ക് പാത്രമാകുവാനുമൊക്കെ ഉടമ്പടി എങ്ങനെ വ്യക്തികളെ ഒരുക്കുന്നു, കുടുംബങ്ങളെ സജ്ജമാക്കുന്നു. പ്രിയ ജോജു, തനിക്കും കുടുംബത്തിനും ലഭിച്ച അനുഗ്രഹങ്ങൾ, അതിനൊക്കെ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ എന്തെല്ലാം. ആ തടസ്സങ്ങൾ വരുമ്പോഴും ഉടമ്പടി പുതുക്കിയിട്ട് പോകുമ്പോൾ ഡെങ്കിപ്പനിയാണ് വരുന്നത്, കൗണ്ട് കുറഞ്ഞു പോകുന്നു. അപ്പോൾ ഇതിനൊക്കെ ഓരോന്നിനും ഇങ്ങനെയൊക്കെയാണല്ലോ വന്നതെന്ന് വിചാരിച്ച് നമുക്ക് എളുപ്പമുണ്ട് ഉടമ്പടി ജീവിതത്തിൽ നിന്ന് അകന്നു പോകാൻ. വേണ്ട എന്ന് വയ്ക്കുവാൻ 100 കാരണങ്ങളുണ്ട്, എന്നാൽ വേണമെന്ന് വയ്ക്കുവാൻ ഒരേ ഒരു കാരണമേ ഉണ്ടാവുകയുള്ളൂ. ക്രിസ്തുവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുക. അവിടുത്തെ അമ്മ അവൻ പറയുന്നത് പോലെ ചെയ്യുക എന്ന് പറഞ്ഞ അമ്മയുടെ ആ വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് കാരുണ്യ പ്രവർത്തനങ്ങളും പ്രേക്ഷിത പ്രവർത്തനവും ഒക്കെ ചെയ്യുക. അങ്ങനെയാണ് ഓരോ കുടുംബവും ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്നത്. ഇവിടെ വന്ന് പറയുമ്പോൾ ഇത് ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും കൊടുക്കുവാൻ ഈശോ നമ്മോട് പറഞ്ഞിട്ടുണ്ട്. നാം ആരും സാക്ഷ്യം പറയാതിരിക്കരുത്. സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ അതിലൂടെ ദൈവം മഹത്വപ്പെടുകയാണ്. നമുക്ക് കിട്ടിയ എല്ലാ കൃപകളും താലന്തുകൾ മൂടിവെച്ചവനെ പോലെ മൂടിവെക്കാനല്ല, നമുക്ക് കിട്ടിയ ദൈവിക കൃപകൾ അതിലൂടെ നാം പറയുമ്പോഴാണ് അത് മറ്റുള്ളവർക്ക് പ്രചോദനമാവുക. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് കിട്ടിയ രോഗസൗഖ്യങ്ങൾ, ഒരു വലിയ ബാധ്യത, ജപ്തി നേരിടുന്ന തങ്ങളുടെ സ്ഥലം 9 വർഷമായിട്ട് വിൽക്കാൻ പറ്റാതിരുന്നത്, അതൊക്കെ ഏറ്റവും നല്ല രീതിയിൽ വിറ്റുപോകുന്നത്, മകൾക്ക് കിട്ടിയ സൗഖ്യാനുഭവം. ഇവിടെ കാല് വെച്ചപ്പോഴേ തൻ്റെ മകളെ അമ്മ കണ്ടു. അതുകൊണ്ട് തന്നെ ഇവിടെ നിൽക്കുമ്പോൾ ഇന്ന് ഒത്തിരി തിരക്കുണ്ട്. ഈ തിരക്കിലൊക്കെ നിൽക്കുമ്പോൾ ഇതെങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞാൽ മതിയെന്ന് നാം ചിന്തിക്കുകയാണെങ്കിൽ അത് നമുക്ക് വരുന്ന ആ ഒരു അസ്വസ്ഥതകളിൽ നിന്നാണ് നാം അങ്ങനെ ചിന്തിക്കുക. എന്നാൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട മണ്ണിൽ എത്ര നേരം നിന്നാലും ആ നിൽപ്പ് വെറുതെ ആകില്ല എന്നുള്ളത്, അതാണ് നാം ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കേണ്ടത്. എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല. ആകാശം ഭൂമിയിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്നത് പോലെ എൻ്റെ ചിന്തകളും ഉയരത്തിലാണെന്നാണ് ഈശോ നമ്മോട് തിരുവചനത്തിലൂടെ അരുളി ചെയ്യുന്നത്. നമുക്ക് നമ്മുടെ ചിന്തകളെ വിശുദ്ധീകരിക്കാം. അങ്ങനെ കർത്താവിൻ്റെ മുമ്പിൽ ഫ്രോഡാകാതെ നാം ഏറ്റെടുത്ത ഉടമ്പടി ജീവിതം അത് ഏറ്റവും വിശ്വസ്തയോടെ പൂർത്തീകരിക്കുവാനായിട്ട് നമുക്ക് പ്രതിജ്ഞയെടുക്കാം. കരങ്ങൾ അടിച്ച് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. തിരുക്കുമ്പാരനും കൊടാനിക്കൊടി നന്ദി പറയുന്നു. ഞങ്ങൾ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഓൺലൈനായിട്ടാണ്. എൻ്റെ പേര് ജസ്ന. ഞങ്ങൾ കോട്ടയത്തു നിന്ന് വരുന്നു. ഞങ്ങൾ കർണാടകയിലാണ് നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ BSc ഫൈനൽ ഇയർ സ്റ്റുഡൻസ് ആയിരുന്നു. ഞങ്ങൾക്ക് കിട്ടിയ മാതാവ് ഞങ്ങൾക്ക് തന്ന വലിയൊരു അനുഗ്രഹത്തിനായി നന്ദി പറയുന്നു. ഡിസംബർ 16, 18, 20 തീയതികളിൽ ഞങ്ങളുടെ ഫൈനൽ ഇയർ എക്സാം നടക്കുകയായിരുന്നു. അതിനു മുമ്പ് മാതാവിൻ്റെ ഡിസംബർ 7-ാം തീയതി മാതാവിൻ്റെ പ്രത്യക്ഷീകരണ ദിവസം ഞങ്ങൾ 20 തവണ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഒരു റൂമിൽ മാതാവിൻ്റെ പച്ചത്തിരിയും നീലത്തിരിയും കത്തിച്ച് പ്രാർത്ഥിച്ചു. അന്ന് തന്നെ മാതാവിൻ്റെ സുഗന്ധ അനുഭവവും പച്ചത്തിരിയിലും നീലത്തിരിയിലും മാതാവിൻ്റെ ഹൃദയവും റോസപ്പൂവും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. ബാക്കിയുള്ള പിന്നീടുള്ള ദിവസങ്ങളിൽ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ രാവിലെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും, അന്ന് ഞങ്ങൾ ഒരു 20ഓളം സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അന്ന് ഒരു റൂമിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചത്. ബാക്കിയുള്ള ദിവസങ്ങളിൽ മാതാവിൻ്റെ ഈ റോസാപ്പൂവും ഹൃദയവും ഞങ്ങൾക്ക് ഓരോരുത്തർക്കുമായി അനുഭവപ്പെടാൻ തുടങ്ങി. പിന്നെ ഞങ്ങളുടെ 3 എക്സാമും വളരെ പാടായിരുന്നു. ആദ്യത്തെ എക്സാം തന്നെ എന്തെഴുതണമെന്നറിയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. വേറെ ഒന്നും ചെയ്യാൻ ഞങ്ങൾക്ക് വഴിയില്ലാത്തതിനാൽ ഞങ്ങളെല്ലാവരും പരീക്ഷയുടെ പേപ്പർ കൊടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ മാതാവിൻ്റെ ഉപ്പ് വിതറിയായിരുന്നു ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്. അതിനു മുമ്പ് ഞങ്ങൾ നേടുന്ന പരീക്ഷയിലെ ഓരോ ക്വസ്റ്റ്യൻ്റെ ഓരോ ആൻസറും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് എഴുതുമായിരുന്നു. അത് മാത്രമുള്ളായിരുന്നു ഞങ്ങൾക്കൊരു രക്ഷ. ഞങ്ങൾ 3 എക്സാമും ഞങ്ങൾക്ക് വളരെ പാടായിരുന്നു. പിന്നെ ഞങ്ങളുടെ കന്നഡ സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അവരോട് ഞങ്ങൾ ഈ മാതാവിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് പറയും. അവർ ഉടമ്പടി എടുക്കുകയും അവരും ഞങ്ങളോട് ചോദിക്കുമായിരുന്നു, എക്സാമിന് മുമ്പ് ഞങ്ങൾക്കും കുറച്ച് ഉപ്പ് തരാമോ എന്ന് ചോദിച്ച് ഞങ്ങൾ ഉപ്പ് കൊടുക്കുമായിരുന്നു.
പിന്നെ ഞങ്ങളുടെ മാംസ് ഞങ്ങളോട് ചോദിച്ചു, ഫസ്റ്റ് എക്സാം കഴിഞ്ഞിട്ട് ഞങ്ങളോട് ചോദിച്ചു, ഇതെന്താ എല്ലാവരും നിങ്ങളുടെ പേപ്പറിനകത്ത് ഉപ്പ് കാണുന്നുണ്ടല്ലോ, സ്കാൻ ചെയ്യുമ്പോൾ വളരെ പാടായിരുന്നത് ഞങ്ങൾ പറയുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഡിസംബർ 6-ാം തീയതി ഞങ്ങളുടെ റിസൾട്ട് വന്നു. അന്ന് പ്രാർത്ഥിച്ച ഞങ്ങളുടെ എല്ലാവരും നല്ല മാർക്കോടെ ഫസ്റ്റ് ക്ലാസ്സും ഡിസ്റ്റിങ്ഷനും കിട്ടി. ഞങ്ങളെല്ലാവരും പാസ്സായി. പിന്നെ ഞങ്ങൾ നേരത്തെ മാതാവിനോട് പ്രാർത്ഥിക്കുന്ന സമയത്ത് കഴിഞ്ഞ വർഷത്തെ യൂട്യൂബിലെ ചേച്ചിമാരുടെ ആയിരുന്നു ഇങ്ങനെ സാക്ഷ്യം തന്നെ, BSc നഴ്സിംഗ് ഫൈനൽ ഇയറിൻ്റെ സാക്ഷ്യം ഞങ്ങൾ കേട്ടായിരുന്നു. അന്ന് ഞങ്ങളെല്ലാവരും പറയുമായിരുന്നു, അടുത്ത വർഷം ഇതുപോലെ തന്നെ ഞങ്ങളുടെ സാക്ഷ്യമായിരിക്കണം മാതാവ് യൂട്യൂബ് ചാനലിലൂടെ ബാക്കിയുള്ളവർക്ക് എത്തിക്കേണ്ടത്, ഞങ്ങളുടെ സാക്ഷ്യമായിരിക്കണം ബാക്കിയുള്ളവരും ഇത് കേൾക്കാൻ ഇടയാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങൾ ചെയ്യുന്നത് കന്നഡപത്രം വാങ്ങുകയും അത് ഞങ്ങളവിടെ പള്ളിയിൽ കൊടുക്കുകയും ഓരോരുത്തർക്ക് പറയുകയും ചെയ്യുമായിരുന്നു. കന്നഡ സ്റ്റുഡൻസിനും കൊടുക്കുമായിരുന്നു. പിന്നെ നാട്ടിൽ വരുമ്പോൾ ഓൾഡ് ഏജ് ഹോമിൽ പോവുകയും അവരെ സന്ദർശിക്കുകയും അവരെ കെയർ ചെയ്യുകയും ചെയ്യുമായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുത്തെ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കാശ് രൂപവും അമ്മയുടെ ഉടമ്പടി തല ഉപയോഗിച്ച് അവരെ ശുശ്രൂഷ ചെയ്യുമായിരുന്നു. പിന്നെ ഉടമ്പടി എടുത്തത് മുതൽ ഞങ്ങൾക്ക് ആത്മീയമായിട്ട് വിശുദ്ധിയിലും വിശ്വാസവും വന്നു. അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി ഞങ്ങൾ പറയുന്നു. എൻ്റെ പേര് ക്രിസ്റ്റീന. ഞാൻ വരുന്നത് എറണാകുളം കൂത്താട്ടുളം തിരുമാരുടെ ഇടവകയിൽ നിന്നാണ്. ഇവള് പറഞ്ഞ പോലെ തന്നെ എനിക്കാണെങ്കിൽ ഇതുപോലെ തന്നെ 4ാമത്തെ വർഷം പാസ്സാവാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് 3 വർഷം ഓരോ 2-3 സബ്ജക്റ്റ് വെച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 4ാമത്തെ വർഷവും ഇത് പോകുമെന്ന് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ 3ാമത്തെ ഉടമ്പടി പുതുക്കലിനാണ് എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ എനിക്ക് അനുഭവപ്പെട്ടത്. ഞാൻ 3ാമത്തെ ഉടമ്പടി പുതുക്കിയത് കഴിഞ്ഞ ജാനുവരി ആയിരുന്നു. ജാനുവരി സമയത്ത് ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കും. എനിക്ക് ആത്മീയമായിട്ട് ഒരുപാട് അടുക്കാനൊക്കെ പറ്റി. അങ്ങനെ എക്സാമിന് ഇവൾ പറഞ്ഞ പോലെ ഞങ്ങൾ എല്ലാവരും 20 പേര് ഞങ്ങളുടെ പ്രാർത്ഥിക്കുമായിരുന്നു, റൂമിൽ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ 20 പേര് പാസ്സായി, എല്ലാവരും പാസ്സായി. ഞങ്ങളുടെ റൂമിൽ വന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചവർ നല്ല മാർക്കോടുകൂടി പാസ്സായി. അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കിങ്ങനെ ഓരോന്ന്, അതായത് നമ്മുടെ റോസാപ്പൂക്കൾ, അങ്ങനെ ഓരോ സുഗന്ധങ്ങൾ ഓരോന്ന് കാണുമായിരുന്നു. അങ്ങനെ എനിക്ക് ഒരു കിട്ടിയ അനുഭവമാണ്, എനിക്കൊരു ചെറിയ മാതാവ് എനിക്ക് പച്ച മെഴുകുതിരിയിൽ എനിക്ക് മാതാവായിട്ട് തന്നതാണ്. എനിക്ക് എങ്ങനെ പറയണ്ടേന്ന് അറിയത്തില്ല. എനിക്കതിന് പോലുള്ള യോഗ്യതയില്ല ഈ മാതാവിനെ കിട്ടാൻ പോലും. എനിക്കൊരു മാതാവിനെ എൻ്റെ ചെറിയ മെഴുകുതിരിയിൽ എൻ്റെ മാതാവ് തന്നു. അതുപോലെ തന്നെ എനിക്ക് പറയാനായിട്ടുള്ളത്, ആ മാതാവാണിത് എനിക്ക് ചെറിയ മെഴുകുതിരിയിൽ വന്നത്. എനിക്കറിയത്തില്ല, എനിക്കിത് കിട്ടാൻ പോലുള്ള യോഗ്യതയില്ല സത്യം പറഞ്ഞാൽ. ഞാനങ്ങനെ എനിക്കറിയില്ല എന്താ പറയണേന്ന്. ഇപ്പോൾ പോലും എനിക്കെന്താ പറയണ്ടേന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ വേറെ എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ എല്ലാവരുടെയും ഇവരുടെ പേപ്പറൊക്കെ ഞങ്ങൾക്ക് തരുമായിരുന്നു. അതായത് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന സമയത്ത് എല്ലാത്തിലും വിശ്വാസ പ്രമാണം ചൊല്ലി, പ്രതീക്ഷയുടെ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാനെന്നും പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ അകത്ത്. അതുപോലെ എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്, ആദിത്യ മുരളി. അവൾ 4 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കൊച്ച്. അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ പ്രത്യേകം പ്രാർത്ഥിക്കണം, പാസ്സാകും. അപ്പോൾ ഞാൻ പറഞ്ഞു, പാസ്സാകും, നീ പാസ്സാകും. അപ്പോൾ അവൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു. അവൾ തൈലം വെച്ച് അവളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലും അവളുടെ നെറ്റിയിലൊക്കെ വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൾക്കും നല്ല മാർക്ക് കിട്ടി. അതുപോലെ തന്നെ പിന്നെ പറയാനുള്ളത്, എൻ്റെ പപ്പയ്ക്കാണെങ്കിൽ ഒരു പൈൽസിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഇത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ആദ്യം പപ്പ സ്റ്റൂൾസ് പാസ് ചെയ്യുമ്പോൾ അതിൽ ബ്ലഡിൻ്റെ കണ്ടൻറ്റ് നന്നായിട്ട് ഓരോ ദിവസം കഴിയുമ്പോഴത്തേനും അത് ഭയങ്കരമായിട്ട് കൂടി വരുമായിരുന്നു. അപ്പം ഞങ്ങളുടെ വീട്ടിൽ 3 പേര് ഉടമ്പടിയിൽ ഇരിക്കുന്നവരാണ്. ഞാൻ, എൻ്റെ മമ്മി, എൻ്റെ സിസ്റ്റർ, ഞങ്ങൾ 3 പേര് ഉടമ്പടിയിൽ ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഞാൻ മമ്മീനോട് കരഞ്ഞു പറഞ്ഞു, പപ്പയ്ക്ക് ഇങ്ങനെ ബ്ലഡിൻ്റെ കണ്ടൻറ്റ് ഇങ്ങനെ സ്റ്റൂൾസിൽ വരുവാടി, എന്താണെന്ന് അറിയത്തില്ല. എനിക്കാണെങ്കിൽ അപ്പോൾ ഓരോരോ കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ കൂടെ പോകുന്നു. ഇനി ക്യാൻസർ ആണോ, കാരണം ഞാനൊരു സ്റ്റുഡൻറ്റ് നേഴ്സാണ്, അപ്പോൾ എനിക്കറിയാം എന്തൊക്കെയായിരിക്കും എന്നുള്ളത്. അങ്ങനെ ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി പപ്പയുടെ അടിവയറ്റിൽ ഓയിലിട്ട് അതായത് ഇവിടുത്തെ ഉടമ്പടി തൈലം ഇട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ മമ്മി ചെയ്തു. അതുപോലെ കഞ്ഞിയിലും മറ്റും പപ്പ കഴിക്കുന്ന ആഹാരത്തിലെല്ലാം ഉടമ്പടി ഉപ്പിട്ട് കൊടുത്തു. അതിൻ്റെ ഫലമായി പറയട്ടെ, എൻ്റെ പപ്പയ്ക്ക് പിന്നെ അത് വന്നിട്ടേ ഇല്ല. അങ്ങനെ ഒരു ബ്ലഡിൻ്റെ കണ്ടൻറ്റ് വന്നിട്ടില്ല. അത് ചെക്ക് ചെയ്യാൻ പോലും ഞങ്ങൾക്ക് മീൻസ് അങ്ങനെയുള്ളത് വന്നിട്ടില്ല. പിന്നെ 3ാമതായിട്ട് പറയാനുള്ളത്, എനിക്ക് ആത്മീയമായിട്ട് ഒരുപാട് എടുക്കാൻ പറ്റും. ഞാൻ നേരത്തെ കൊന്ത ചെല്ലുന്ന ആളോ അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്ന ആളോ ഒന്നും ആയിരുന്നില്ല. എൻ്റെ മമ്മി എന്നോട് കുരിശ് വരയ്ക്കാൻ വന്നിരിക്കുമ്പോൾ പറയുന്നത്, നിങ്ങൾക്ക് എന്നതാ ഇത് വരച്ചിട്ട് എന്തോ കിട്ടുന്നത്, ഇങ്ങനെയൊക്കെയായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് എടുത്ത് കഴിഞ്ഞ പിന്നെ സത്യം പറയാലോ ഞാൻ ഒരുപാട് മാറി. എനിക്ക് ഭയങ്കര ദേഷ്യമുള്ള കൂട്ടത്തിലാണ്. ഇവർക്ക് ചോദിച്ചറിയാൻ ഭയങ്കര ദേഷ്യമുള്ള കൂട്ടത്തിലാണ്. എനിക്ക് ദേഷ്യം കുറേ കുറഞ്ഞു. എനിക്ക് മറ്റൊരോട് ക്ഷമിക്കാനുള്ള കരുണ കർത്താവ് തന്നു. അതുപോലെ തന്നെ
ഇപ്പം ഞാനാണെങ്കിൽ ഹോസ്റ്റലായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് അങ്ങനെ അധികം കാരുണ്യപ്രവൃത്തികളൊന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആകെ കൂടെ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഇപ്പം കൂട്ടുകാരെന്തെങ്കിലും ചെറിയ ചെറിയ രീതിയിൽ സഹായിക്കണം. അപ്പോൾ എനിക്ക് ഈ നാട്ടിൽ വന്ന സമയത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഓൾഡ് ഏജ് ഹോമിൽ പോയ ആൾക്കാരെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെ സഹായിക്കണം, അതുപോലെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ. അപ്പോൾ ഈ തവണ വന്നപ്പോൾ എനിക്ക് അതിന് മാതാവ് അനുഗ്രഹം തന്നു. അതുപോലെ ഓൾഡ് ഏജ് ഹോമിൽ ഞാൻ പോയി അവരെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. അതുപോലെ പാവപ്പെട്ട ആൾക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് സാധിച്ചു. വൃദ്ധരായ ആൾക്കാരെ പോയി സന്ദർശിക്കാൻ എനിക്ക് സാധിച്ചു. അതുപോലെ തന്നെ എൻ്റെ സ്വപ്നത്തിൽ ജോസഫ് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അത് ശരിക്കും പറഞ്ഞാൽ രസകരമായിട്ടാണ്. ഞാൻ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഞാൻ ഓരോരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, അച്ഛൻ ഇങ്ങനെ സ്വപ്നത്തിൽ വന്നു, മാതാവ് സ്വപ്നത്തിൽ വന്നു. അപ്പോൾ ഞാനൊരു ദിവസം തമാശയായിട്ട് പറഞ്ഞു, എനിക്കൊന്ന് വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഞാൻ അങ്ങനെ കിടക്കുന്ന സമയത്ത് അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് എൻ്റെ വിഷമങ്ങൾ ഞാൻ അച്ഛനോട് പറയുന്നുണ്ട്. എനിക്ക് അച്ഛനെ കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ അച്ഛനോട് ഞാനിങ്ങനെ പറയുക, ഞാനിങ്ങനെ 3 വർഷം ഫെയിലായിക്കൊണ്ടിരിക്കുക, 4ാമത്തെ വർഷം പോവോ, 4ാമത്തെ വർഷം എനിക്ക് എൻ്റെ അപ്പനെയും അമ്മയുടെയും എനിക്ക് എൻ്റെ അപ്പനും അമ്മേനെയും എനിക്ക് മറ്റുള്ള റൂമിൽ തലയുയർത്തി കാണിക്കണം, എനിക്കും ഗ്രാജുവേറ്റഡ് ആയി എന്ന് കാണിക്കണം, അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്കത് വരുത്തണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അച്ഛൻ വേറൊന്നും എൻ്റെ അടുത്ത് പറയുന്നില്ല, അച്ഛൻ ചിരിക്കുന്ന മാത്രമേ ഉള്ളൂ. അച്ഛൻ ഭയങ്കരമായിട്ട് ചിരിക്കുന്നുണ്ട്. അങ്ങനെ ആ സ്വപ്നം കഴിഞ്ഞു. അങ്ങനെ ഇതുപോലെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന് മാതാവും ഈശോയും അനുഗ്രഹിച്ചു. ഇപ്പോൾ കാരുണ്യപ്രവൃത്തിയിലായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും സന്ദർശിക്കാനും സാധിച്ചു. അതുപോലെ എനിക്ക് സ്വപ്നത്തിൽ ഞാനങ്ങനെ ആദ്യമായിട്ട് ഈ 23 വയസ്സുണ്ട് എനിക്കിപ്പം. എൻ്റെ 23 വർഷത്തിനിടയ്ക്ക് ഞാൻ ഈ വർഷമാണ് ശരിക്കും ഒരു എന്താ പറയുക നോമ്പ് കംപ്ലീറ്റ് ആക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ഡിസംബർ 25 നോമ്പ് കംപ്ലീറ്റ് ആക്കുന്നത് ആദ്യമായിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ പരിശ്രമിച്ചിട്ടുണ്ട്, അതിനൊരു പറ്റിയിട്ടില്ല, സത്യം പറഞ്ഞാൽ പറ്റിയിട്ടില്ല. അങ്ങനെ 25 നോമ്പ് കംപ്ലീറ്റ് ആക്കാൻ പറ്റി. ആ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നതിൻ്റെ ഇടയ്ക്ക് ഉണ്ണീശോയും മാതാവും, അതായത് എനിക്ക് സ്വപ്നത്തിൽ മാതാവ് നീല ഒരു ഇതിൻ്റെ അകത്ത് എന്താ പറയുക ഒരു തുണിക്കകത്ത് ഉണ്ണീശോനെ പൊതിഞ്ഞുകൊണ്ട് തരുന്ന സ്വപ്നം ഞാൻ കണ്ടു. എനിക്കത് ഭയങ്കരമായിട്ട് കരച്ചിൽ വന്നു. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊക്കെ ഞാൻ എന്ത് യോഗ്യത ഇരുന്നിട്ടാണ് എനിക്കിതൊക്കെ തരുന്നതെന്ന്. അപ്പോഴും ഞാനിങ്ങനെ അപ്പോഴും ദേഷ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കറിയത്തില്ല എന്താ പറയേണ്ടതെന്ന്. സത്യം പറഞ്ഞാൽ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി. ജ്ഞാനത്തിൻ്റെ പുസ്തകം 8-ാം അധ്യായത്തിൽ 4 മുതലുള്ള തിരുവചനങ്ങൾ അരുളി ചെയ്യുന്നു, ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെ ആദ്യത്തെ പടി അവളാണ്. അവിടുത്തെ പ്രവർത്തനങ്ങളിൽ കൂട്ടാളിയും. ധനസമ്പാദനം ജീവിതത്തിൽ അഭികാമ്യമാണെങ്കിൽ സർവവും സാധ്യമാക്കുന്ന ജ്ഞാനത്തിലുപരി ധനം എന്തുണ്ട്? നീതിയെ സ്നേഹിക്കുന്നവന് അവളുടെ പ്രവർത്തനങ്ങളുടെ ഫലം നന്മയായിരിക്കും. ആത്മനിയന്ത്രണവും വിവേകവും നീതിയും ധൈര്യവും അവൾ പരിശീലിപ്പിക്കുന്നു. ജീവിതത്തിൽ ഇവയേക്കാൾ പ്രയോജനകരമായി ഒന്നുമില്ല. ജ്ഞാനം അനുഗ്രഹത്തിൻ്റെ ഉറവിടമാണ്. തിരുവചനമാണ് നമ്മോട് അരുളി ചെയ്യുന്നത്. ഇന്ന് ജസ്ന മാർട്ടിൻ തൻ്റെ കൂടെയുള്ള 7 പേർക്ക് വേണ്ടിയിട്ട്, അങ്ങനെ അവർ 8 പേര്, ജസ്ന മോളും ക്രിസ്റ്റീനയുമാണ് ഇപ്പോൾ ഇവിടെ അവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവെച്ചത്. 8 മക്കളാണ് ഇവിടെ നിൽക്കുക. BSc നേഴ്സിംഗ് തങ്ങളുടെ പഠനം 0 മെറിറ്റിലായിരുന്ന തങ്ങളെ ഫസ്റ്റ് ഇയർ തൊട്ട് പല പ്രാവശ്യം തങ്ങൾക്ക് പല പേപ്പറുകളും തങ്ങൾക്ക് ബായ്ക്കപ്പായിരുന്ന അവസരങ്ങളൊക്കെ ഈ മക്കൾ 4th ഇയറിൽ വരുമ്പോൾ അവർക്ക് എങ്ങനെയാണ് അത് ഡിസ്റ്റിങ്ഷൻ, ഫസ്റ്റ് ക്ലാസ്, അങ്ങനെ അവരെ ദൈവം എടുത്തുയർത്തുകയും ഇന്നിവിടെ വന്നു നിന്ന് ലോകത്തോട് മുഴുവനുമായിട്ടും ഈ മക്കൾ പറയുന്നത് ഉടമ്പടിയിലൂടെ തങ്ങൾക്ക് ലഭിച്ച കൃപയാണ്. അത് അവർ ഒരു റൂമിൽ 20 പേരൊക്കെ അവർ പ്രാർത്ഥിക്കുമ്പോൾ ഓരോരുത്തർക്കും അമ്മയുടെ സാന്നിധ്യം അമ്മ കൊടുത്തു, സുഗന്ധാഭിഷേകം കൊടുത്തു. ഓരോരുത്തർക്കും റോസപ്പൂവൊക്കെ അവരുടെ പേഴ്സണലായിട്ട് തന്നെ അവർക്കമ്മ കാണിച്ചു കൊടുക്കുന്നു എന്നൊക്കെയാണ് നാം കേട്ടത്. അങ്ങനെ ഈ മക്കളെല്ലാവരും ഇന്ന് ഇവിടെ വന്നു നിന്ന് സാക്ഷ്യം പറയുമ്പോൾ തീർച്ചയായും അവർ മാത്രമല്ല, അവരായിരുന്ന ആ ഒരു സാഹചര്യത്തിൽ ആ കോളേജിൽ ഇവർ തീർച്ചയായും സാക്ഷികളായിരുന്നു. ഈശോയ്ക്കും അമ്മയ്ക്കും തങ്ങളുടെ കൂടെയുള്ള കന്നഡ കുട്ടികൾക്ക്, അതുപോലെ ടീച്ചേഴ്സിന്
ഒക്കെ ഇവർ കൃപാസനത്തിൻ്റെ അനന്ത സാധ്യതകൾ ദൈവം എങ്ങനെയാണ് കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുന്നത് വഴി ഓരോരുത്തരെയും ആദരിക്കുന്നത്, അവരുടെ ജീവിത നിലവാരത്തിലേക്ക് ദൈവത്തിൻ്റെ അംശം വന്നു ചേരുമ്പോൾ ആ ജീവിത നിലവാരം ഉയർത്തപ്പെടുകയാണ്. തങ്ങൾക്ക് പഠനത്തിൽ എത്രമാത്രമായിരുന്നു തങ്ങളുടെ കഴിവുകളെന്ന് ഈ മക്കൾ ഇവിടെ പങ്കുവെച്ചു. 0 മെറിറ്റിലും അതുപോലെ തന്നെ തങ്ങൾക്ക് സാധ്യമാകാതിരുന്ന പല സാഹചര്യങ്ങളുമൊക്കെ തരണം ചെയ്യുവാനായിട്ട് തങ്ങൾക്ക് കഴിഞ്ഞത് ഉടമ്പടി നേർച്ച വസ്തുക്കളാണ്, ഉടമ്പടി എടുത്തതിൻ്റെ ഉറപ്പാണെന്ന് ഈ 8 പേരും ഇവിടെ പ്രഘോഷിക്കുകയാണ്. അങ്ങനെ തങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, തങ്ങൾക്ക് ചെയ്യാൻ സാധിച്ച കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, ഉടമ്പടി എടുത്തവരാണ് ഞങ്ങൾ ഓരോരുത്തരും, ഞാൻ ഉടമ്പടി എടുത്തതാണെന്ന് ഓരോ മക്കൾക്കും ആ വിചാരമുണ്ടാവുകയും അത് അവരുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന രീതിയിൽ കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ആയിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും ഈശോയെ അറിയാത്തവരെ അറിയിക്കുവാനുമായിട്ട് അവരവരുടെ ജീവിതത്തിൽ കൂടുതൽ എങ്ങനെയാണ് കർത്താവിനോട് അടുക്കുന്നത്, തങ്ങളുടെ കൂദാശ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ വരുന്ന മാറ്റം, അതുപോലെ മെഴുകുതിരിയിലൊക്കെ അമ്മ തങ്ങൾക്ക് സാന്നിധ്യമായിട്ട് കാണപ്പെടുന്നു, തങ്ങൾക്ക് സാന്നിധ്യം നൽകുന്നു. ഇതിനൊക്കെയുള്ള യോഗ്യത എന്താണെന്നാണ് ക്രിസ്റ്റീന പറയുക. ക്രിസ്റ്റീന ഇപ്പോഴും പറയുന്നുണ്ട്, എനിക്കിപ്പോഴും കുറവുകളുണ്ട്, എൻ്റെ ദേഷ്യവും ഇതുമൊക്കെ എനിക്കിപ്പോഴും പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിഞ്ഞില്ല, എങ്കിലും എന്നെ അമ്മ ചേർത്ത് പിടിക്കുന്നു, ഞാൻ ഇനി ഏറ്റവും നല്ല ഒരു മകളായിട്ട് എനിക്ക് മാറണം. എൻ്റെ ഈ മക്കൾ ഓരോരുത്തരും അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പങ്കുവയ്ക്കുക. അതുകൊണ്ട് ജെറമിയ പ്രവാചകനോ ദൈവം തിരഞ്ഞെടുത്തതുപോലെ കേവലം ബാലനാണെന്ന് നീ പറയരുത്, മാതാവിൻ്റെ ഉദരത്തിൽ നിനക്ക് ജന്മം നൽകുന്നതിന് മുൻപേ ഞാൻ നിന്നെ അറിഞ്ഞു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു എന്ന് ജെറമിയയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇന്ന് ഈ മക്കളും ലോകത്തോട് പറയുക. നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ അവർ ദൈവോന്മുഖരായി വിശ്വാസത്തോടും വിശ്വസ്തയോടും ജീവിത വിശുദ്ധിയോടും കൂടി വളരുമ്പോൾ അത് തന്നെയാണ് ലോകത്തിന് നമ്മൾ പ്രദാനം ചെയ്യുന്നതും കർത്താവിന് വേണ്ടിയിട്ട് അവർക്ക് നൽകാൻ കഴിയുന്നതുമായ ഏറ്റവും മഹത്തായ അനുഭവ സാക്ഷ്യം തന്നെ. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.